ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രം വാക്യൂം ട്യൂബ്സ് ടു നാനോ ചിപ്സ്, ഈ ഒരു വാക്യൂം ട്യൂബിൽ നിന്ന് ഇതൊരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു നാനോ ചിപ്സിലോട്ടുള്ള ഒരു ജേർണിയെ പറ്റിയായിരിക്കും നമ്മൾ പോകുന്നത് ത്രൂ വേരിയസ് ക്ലിപ്പിംഗ്സ് ആൻഡ് ഓൾ. കാരണം യൂഷ്വൽ ഒരു PPT കാണിച്ചിട്ട് എന്താ പറയാ ചെയ്യുന്ന രീതിയിൽ എനിക്ക് കാണാൻ താല്പര്യമില്ല. കാരണം അത് നിങ്ങൾക്കും ബോറടിക്കും, പറയുന്നത് എനിക്കും ബോറടിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കുറച്ചുകൂടെ കാര്യങ്ങൾ രസകരമായിട്ട് തോന്നും. ഓക്കെ, യാ. അപ്പോ what is the most important advancement of the human ever made? ഓക്കെ, ആർക്കെങ്കിലും അതിന്റെ ഉത്തരം പറയാമോ? ഞാൻ വേറെ ഡിവൈസും കൂടെ കയറാം, എനിക്ക് ചാറ്റും കൂടെ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണ് ഓക്കെ മിനിറ്ററൈസേഷൻ ഒരു ടോപ്പിക് ഒരാൾ പറഞ്ഞു. വീൽ, ഓക്കെ, ഒരാള് വീലിന് പറഞ്ഞു. നൈസ്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓക്കെ, മാഗ്നറ്റിസം. ഓക്കെ, ഇനിയും പോരട്ടെ. ഫയർ, ഇലക്ട്രിസിറ്റി. നൈസ്. പോരട്ടെ. ഇന്റർനെറ്റ്. വേണ്ടത്തിലുണ്ട് ആർക്കെങ്കിലും? വീല് പറഞ്ഞു. AI. ഓക്കെ, എനർജി ഡെവലപ്മെന്റ്, മാത്സ്. ഓക്കെ, സോ ലോട്ട്സ് ഓഫ് ആൻസേഴ്സ് ഉണ്ട് അല്ലേ? എല്ലാവർക്കും പല പല ആൻസേഴ്സ് ആണ് വരുന്നത്. അപ്പോ ഇതിനൊരു ഡെഫിനറ്റ് ആയിട്ട് ആൻസർ പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവിലും ആയിരിക്കും ഇതിന്റെ ആൻസേഴ്സ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അതിൽ അത് തെറ്റുമില്ല. കാരണം എല്ലാവർക്കും ഓരോരുടെ എക്സ്പീരിയൻസും ഓരോരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഓരോരുത്തർ. ഓക്കെ, എന്നാ ഞാൻ പറയുന്നത് എന്ന് വെച്ചാല് കുറച്ചുകൂടെ വേറെ രീതിയിലൊരു ഉത്തരമാണ്. ഒരാളുടെ ഉത്തരം കണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാല് എന്താ, ഫയർ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ആലോചിക്കുകയെ ലൈക്ക് ഈ ഒരു സംഭവം മനുഷ്യന്മാർ ഡിസ്കവർ ചെയ്യുന്നതിന് മുന്നേ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലെ? ഒന്ന്, റീജിയൻ വൈസ് ഉള്ള ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് കാരണം പല ആൾക്കാർക്കും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. പല ആൾക്കാരും റോ ഫുഡ് കഴിച്ചിട്ട് അസുഖങ്ങൾ വന്ന അവരറിയാതെ തന്നെ അവര് മരിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. ആനിമൽസിന്റെ അറ്റാക്ക് കാരണം കുറെ ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. അവർക്കൊരു രാത്രി ആയാൽ അവർക്ക് വെളിയിറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ എന്താ പറയുക പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെപ്പൺ ആയിട്ട് സിസ്റ്റമോ അങ്ങനെ ഒന്നും ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുന്നത് ഇഷ്യൂസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞാല് ഏറ്റവും നല്ലൊരു മനുഷ്യന്മാർ കണ്ടുവച്ചാൽ ഏറ്റവും സംഭവമായിരുന്നു ഫയർ. ഈ ഫയർ കാരണം ആൾക്കാര് നല്ല നല്ല രീതിയിൽ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. അവർക്ക് ക്ലൈമറ്റ് റെഗുലേഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ മീൻസ് അവിടെ ടെമ്പറേച്ചർ റെഗുലേഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവർ ഫുഡുകൾ ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ എന്താ മീൻസ് ബേൺ ചെയ്ത് കഴിച്ചപ്പോൾ അവർ കുറച്ചും കൂടെ അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി. മീൻസ് മനുഷ്യന്മാരുടെ ഫുഡിന്റെ ആ ഒരു ഇഷ്യൂ മാറി കിട്ടി അല്ലെ? കുറെ കാര്യങ്ങൾ നമുക്ക് പോസിബിൾ ആവാൻ കാരണം എന്തായിരുന്നു? ഫയർ. രാത്രി കഴിഞ്ഞാൽ പിന്നെ ഡേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അതിലോട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ നമുക്കൊരു ധൈര്യം, രാത്രി ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനൊക്കെ കുറെ ഹെൽപ്ഫുൾ ചെയ്ത സാധനമായിരുന്നു ഫയർ. അപ്പോ എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഫയറിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. വെളിച്ചം അല്ലെ? ഇപ്പൊ ഒരു കുറച്ചു കഴിയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ പോവാം അല്ലെ? അപ്പൊ ഇതിന്റെ ഒക്കെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഹ്യൂമന്റെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫയർ ആണ് ഒരു പെർസ്പെക്റ്റീവ്. മറ്റു പല പെർസ്പെക്റ്റീവും ഉണ്ട്. എന്നൊരു പെർസ്പെക്റ്റീവിൽ ഫയർ എന്നാണ് ഞാൻ ഒരു എന്താ പറയുക എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് എന്താ പറയുന്നത് ഭയങ്കര അഡ്വാൻസ് ആണ്. നിങ്ങൾ ആലോചിക്കുക, അന്ന് നമ്മൾ ഫയറിൽ നിന്ന് തുടങ്ങിയ മനുഷ്യന്മാർ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് പണ്ടത്തെ ഒരാൾക്കാർ തമ്മിൽ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ആവാനും ആൾക്കാർ സംസാരിക്കാനും എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ ബേർഡ്സ് ത്രൂ അല്ലെങ്കിൽ ലെറ്റർ ത്രൂ ഒക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വേൾഡിലെ 40% ആൾക്കാരും 40 to 50 വേൾഡ് ഞാൻ പറയുന്നത് 40 to 50 ആൾക്കാരും ഇന്ന് പെർസെന്റേജ് ആൾക്കാരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്.
സോ ബേസിക്കലി ഇന്റർനെറ്റ് എന്താണ്? ഇൻഫോർമേഷൻ ആണ്, അല്ലെ? ഇൻഫോർമേഷൻസിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും റിവോൾവ്സ് ഓൺ അറൌണ്ട് വൺ തിങ്, ദാറ്റ് ഇസ് ഡാറ്റ. ഇൻഫോർമേഷൻ ആണ് നമ്മുടെ ലോകം. ഓക്കെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഫോൺ ഇട്ട് സംസാരിക്കുമ്പോൾ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആണ്. നമ്മളെ ഫോണും മൊബൈലും ലാപ്ടോപ്പ് എന്താ നൽകുന്നത്, ഇതെല്ലാം കാര്യം നമുക്ക് എന്താ? ഇൻഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പോസിബിൾ ആവാൻ കാരണം എന്തായിരുന്നു? ഇൻഫോർമേഷൻ എന്നൊരു കാര്യത്തിലായിരുന്നു, അല്ലെ? അതിനുശേഷം വാട്ട് ഈസ് ഇൻഫോർമേഷൻ? ഇൻഫോർമേഷൻ ബേസിക്കലി പറഞ്ഞ എന്താണ്? ഒരു പർട്ടിക്കുലർ സാധനം ഇൻവെൻഷൻ മൂലമാണ് എന്താ ഈ ഒരു ഇൻഫോർമേഷൻ എന്ന സംഭവം അല്ലെങ്കിൽ ഇൻഫോർമേഷന്റെ ട്രാൻസ്ഫർ പോസിബിൾ. എന്തായിരിക്കും ആ സാധനം? ഇനി നിങ്ങൾക്ക് പറയാം. ഒരു സിംഗിൾ സാധനം കൊണ്ടാണ് നമ്മുടെ ലോകം തന്നെ മൊത്തം മാറിയത്. ഇന്നത്തെ ഓക്കെ, പല ആൾക്കാർക്ക് പല ആൻസേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ട്രാൻസിസ്റ്റർ. അപ്പം ട്രാൻസിസ്റ്റർ ഈ ഒരു സംഭവമാണ് നമ്മുടെ മോഡേൺ വേൾഡിനെ ഈ ഒരു നിലയിൽ എത്തിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററിന്റെ ഹെൽപ്പോടാണ് നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഇൻഫോർമേഷനെ അനലൈസ് ചെയ്ത് നമ്മൾ ഓരോ പ്രോസസ്സുകളൊക്കെ കാണുന്നതും ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഗുണം കൊണ്ടാണ്. നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴും ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഇതിന്റെ ഒരു കാരണക്കാരനായ സാധനമാണ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസ്ഫേഴ്സ് ഡാറ്റ, ഓക്കെ, ഇൻ ദ ഫോം ഓഫ് എന്താ? 1 and 0. ഇതെല്ലാം ഒന്നാണ്. അതെങ്ങനെയാണ് നമുക്ക് കുറച്ച് ഹിസ്റ്ററി അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇന്നത്തെ ഈ മോഡേൺ ട്രാൻസിസ്റ്റേഴ്സ്, ഇത് നിങ്ങൾ നോർമലി കാണുന്ന ട്രാൻസിസ്റ്റേഴ്സ് മോസ്ഫെറ്റ് ഒക്കെ ഇതുപോലത്തെ രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മോഡേൺ ഡിവൈസസിനെയൊക്കെ പോസിബിൾ ആവും ഒരു ഏറ്റവും വലിയ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിയിലോട്ടൊന്ന് പോവാം. ഓക്കെ, എന്താണ് ഇതിന്റെ ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് 70 to 80 years ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ തുടങ്ങുന്ന സമയമാണ്. ഓൾമോസ്റ്റ് 90s മുന്നേ സംഭവമാണ് ഇത്. അതാണ് വാക്യൂം ട്യൂബ്സ്. ഓക്കെ, എന്താണ് വാക്യൂം ട്യൂബ്സ്? എങ്ങനെയാണ് നമ്മൾ വാക്യൂം ട്യൂബ്സിന് ട്രാൻസിസ്റ്ററിലോട്ടുള്ള ജേർണി? നമ്മളത് കുറച്ച് ക്ലിപ്പിംഗ്സ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ എന്താ പറയാ, ഈ ഒരു ഇൻവെൻഷൻ മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ഇൻവെൻഷൻ കാരണമായിരുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സാധനം എന്താണ്? ലൈറ്റ് ബൾബ്. ഈ ഒരു ഇൻകാൻഡസെന്റ് ബൾബിൽ നിന്നാണ് നിങ്ങളുടെ മോഡേൺ ഡിവൈസസിലോട്ടുള്ള സ്റ്റാർട്ടിങ് പോയിന്റ്. തുടങ്ങുന്ന ഭാഗം ഈ ഒരു ലൈറ്റ് ബൾബാണ്. അപ്പൊ നമുക്ക് കാണാം ഈ ഒരു ലൈറ്റ് ബൾബിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ അറൈവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏർലി ബൾബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഏർലി ബൾബ് എങ്ങനെയാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഇതിന്റെ അകത്തൊരു ഫിലമെന്റ് ഉണ്ടായിരുന്നു, അല്ലേ? ഈ ഫിലമെന്റ് ഗ്ലോ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമുക്ക് വെട്ടം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഫിലമെന്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ഓക്സിജന്റെ പ്രസൻസിൽ വരുമ്പോൾ തന്നെ അതെന്തായിരുന്നു? അടിച്ചു പോയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇൻവെൻഷൻ പോലും നമുക്ക് ഇത് മാറ്റം വന്നത് നമുക്ക് കാണാം. നോർമലി നമ്മൾ ഈ ബൾബ് കൂടെ DC സപ്ലൈ കടത്തിവിടുന്നു വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാം AC സപ്ലൈ അറിയാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ആദ്യം നടക്കുന്ന എന്താ പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിന്റെ ഫ്ലോ സംഭവിക്കും, അല്ലെ? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ആ സമയത്ത് ഈ ഒരു ഫിലമെന്റ്, അതിനകത്തുള്ള ബൾബിന്റെ ഫിലമെന്റ് എന്ത് ചെയ്യും? ഏകദേശം 2000 കെൽവിന്റെ അടുത്ത് ഗ്ലോ ചെയ്യും. എന്നിട്ട് നമുക്ക് വെട്ടം കാണാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടായിരുന്നു ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫിലമെന്റിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹൈ ഹീറ്റിംഗ് സംഭവിക്കും ആ സമയത്ത്.
റെസിസ്റ്റൻസ് കാരണം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? 2000 കെൽവിന്റെ അത്രയും ടെമ്പറേച്ചർ റേസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ഒരു 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 പ്രകാശം നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാല് നമ്മളെ ഓക്സിജന്റെ പ്രസൻസിൽ ഇത് സംഭവം കത്തിപ്പോയിരുന്നു. നിങ്ങൾ പണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ചില ആൾക്കാരൊക്കെ ഈ ഇൻകൻഡൻസെന്റ് ബൾബ് ഒന്ന് ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ അത് കത്തിക്കാൻ നോക്കുമ്പോൾ അത് ഉരുകിപ്പോകും. ഓക്കെ, കാരണം എന്താ? ഓക്സിജന്റെ പ്രസൻസിൽ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് കമ്പഷൻ ആയിപ്പോ. അതിനുവേണ്ടി അവർ ഇനേർട്ട് ഗ്യാസസും കാര്യങ്ങളൊക്കെ അത് ആർഗൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇൻകൻഡൻസെന്റ് ലാമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ പറയുക, മറ്റേ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മൾ അത് ചെയ്യുന്നതെന്ന്. കാരണം ഇല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും? കത്തി അങ്ങ് പോകും. ഇതായിരുന്നു ഇഷ്യൂ. അത് ഇഷ്യൂവിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്ലോസ്ഡ് വാക്യൂം രീതിയിലുള്ള ബൾബ് നമ്മൾ ആ ഗ്ലാസ് ഷീൽഡിങ് കൊടുത്തിട്ട് നമുക്ക് അതിന് ബേൺ ആക്കിക്കൊണ്ട്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ബൾബിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാല് എഡിസൺ. ഓ, നമുക്ക് എല്ലാവർക്കും അറിയാം, എഡിസൺ ആണ് നമ്മുടെ ഇതിന്റെ എല്ലാ ഒരു അല്ലെ ഫൗണ്ടർ. എഡിസൺ ആണ് ബൾബ് ആദ്യം കണ്ടുപിടിച്ചത്. എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ചെറിയ എഡിസൺ തന്നെയാണ് ആദ്യം ചെയ്ത് എന്താ, ഇതിന്റെ അകത്ത് ഒരു സാധനം ഒബ്സർവ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് ഒരു ഫിനോമിന ഒബ്സർവ് ചെയ്തു. ഒരാൾ ഒബ്സർവ് ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞാല്, നമുക്ക് ഓരോ പീരീഡ് ഓഫ് ടൈം ഈ ബൾബ് കത്തുന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഡിസ്കളറേഷൻ കാണാൻ പറ്റുമായിരുന്നു. ഒരു മീൻസ് ഒരു ബ്രൗണിഷ് കളർ കാണാൻ അവർക്ക് എപ്പോഴും, ബ്രൗണിഷ് കളർ അവിടെ എപ്പോഴും എന്താ പറയുന്നത്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബ്രൗൺ കളർ എന്തിനാണ് വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോ അത് കുറച്ചും കൂടെ അനലൈസ് ചെയ്തപ്പോൾ ആൾക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിസ്കളറേഷന്റെ റീസൺ എന്താണ്? ഓക്കെ, അപ്പൊ നോർമലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻകൻഡൻസെന്റ് ലൈറ്റ് കൂടെ നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുക. ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ വന്ന സമയത്ത് ഹീറ്റും ലൈറ്റും മാത്രമല്ല ഇതിന്റെ കൂടെ വേറെ എന്ത് സംഭവിക്കുന്നേ, നമ്മുടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോയും സംഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഒരു സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്ന കാരണം നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതും കിടന്ന് ബോയിൽ ആവാൻ തുടങ്ങും. ഓക്കെ, അത് കിടന്നിട്ട് ആ സ്ക്രീൻ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അത് അങ്ങോട്ട് ചാടാൻ തുടങ്ങും. അതിന്റെ കൈനറ്റിക് എനർജി മാറ്റം വരാൻ തുടങ്ങും. കൈനറ്റിക് എനർജി മാറ്റം വരാൻ തുടങ്ങുമ്പോൾ അത് അങ്ങോട്ട് ചാടും. ഓക്കെ, അപ്പൊ ആ ചാടുന്ന സമയത്ത് ആ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടുതലായിട്ട് അത് അങ്ങോട്ട് സർഫേസിലോട്ട് പോയി തട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ ആ സർഫേസ് ലൈക്ക് ആ ഒരു കാർബന്റെ സർഫേസിൽ തട്ടിട്ടുണ്ടായിരുന്നു എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസ് അവിടെ പോവായിരുന്നു. ഓക്കെ, അപ്പോ ഒരു കാര്യം അതാണ് ഒബ്സർവ് ചെയ്തത്. അപ്പൊ അതിനെ എഡിസൺ മീൻസ് ആ ഒരു ഫിനോമിനെ അറിയപ്പെടുന്നത് തെർമോണിക് എമിഷൻ എന്നായിരുന്നു. ഓക്കെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്, പ്ലസ് ടു ക്വാണ്ടം പഠിക്കുന്നത്. തെർമോണിക് എമിഷൻസ് എന്ന് പറഞ്ഞ സംഭവമായിരുന്നു നടന്നിട്ടുള്ളത്. ആ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി മാറുമ്പോൾ അത് അങ്ങോട്ട് സർഫസിൽ തട്ടാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു എമിഷനാണ് തെർമോണിക് എമിഷൻ. അപ്പൊ ഇതിനെ പറ്റി നമ്മുടെ എഡ്മിറ്റ് ബെക്കറലും ഫെഡറിക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റുമാര് അതിനെപ്പറ്റി ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എമിഷനെ പറ്റി. പക്ഷെ എഡിസന്റെ ആ ഒരു മറ്റേ സംഭവം ഉണ്ടല്ലോ, ബൾബിന്റെ ഒരു അനലൈസ് വെച്ച് പ്രസന്റ് ചെയ്തപ്പോഴാണ് അതിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് അത് പ്രസന്റ് ആവാൻ തുടങ്ങിയത്, പോപ്പുലർ ആവാൻ തുടങ്ങിയത്. അതിനെ പറ്റി കാര്യങ്ങൾ കുറെ നാൾക്ക് ലൈക്ക് കുറെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഒരു ഫിനോമിനെ എഡിസൺ എഫക്ട് എന്ന് നമ്മൾ വിളിക്കുമായിരുന്നു. അദ്ദേഹം അതിനെ കുറച്ചും കൂടെ ഇംപ്രവൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഫ്ലോ സംഭവിക്കുമ്പോൾ, അപ്പൊ ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന എപ്പോഴായിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് അല്ലെ, നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ട് പൊട്ടൻഷ്യൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ ഈ ഇലക്ട്രോൺസിന്റെ ഗോ എപ്പോഴും എങ്ങോട്ടായിരുന്നു, പോസിറ്റീവ് സൈഡിലോട്ടായിരുന്നു. എപ്പോഴും ഇത് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പോസിറ്റീവ് സൈഡ് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. എന്താണ്? ഈ ഒരു സർഫസിൽ നമുക്ക് ഒരു ഡിസ്കളറേഷൻ കാണാൻ പറ്റിയത്. കാരണം പോസിറ്റീവ് സൈഡ് ഒരു സൈഡിലാണ്, ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്. ഈ റെപ്രസെന്റേഷനകത്ത് ലെഫ്റ്റിലെ കാണിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് സൈഡ് എങ്ങോട്ടായിരുന്നു, അങ്ങോട്ടായിരുന്നു ഇതിന്റെ വലിവ് മൊത്തം. അപ്പൊ ആ സമയത്ത് ആ ഒരു ഏരിയക്കകത്തായിരുന്നു മൊത്തം ഡിസ്കളറേഷൻ വന്നുകൊണ്ടിരുന്നത്. അതാണ് ഒരു സൈഡിൽ മാത്രം നമുക്ക് ഡിസ്കളറേഷൻ കാണാൻ പറ്റിയത്. കാരണം ഡി സി സപ്ലൈക്കകത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോ ആൾക്കാർ ഇത് എങ്ങനെയാണ് അസ്യൂം ചെയ്ത ഡി സി സപ്ലൈ ആയിരിക്കുമെന്ന്? കാരണം ഡി സി സപ്ലൈ ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ട് പോയിട്ട് ഇതിൽ ഒരു സൈഡിലോട്ട് മാത്രം ആ ഒരു ഡിസ്കളറേഷൻ കാണുന്നത് അല്ലേ. അതേസമയം എ സി സപ്ലൈ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ,
എല്ലായിടത്തും ആ ഡിസ്കളറേഷൻ കണ്ടേനെ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അവർ ആ ഒരു തിയറിയിൽ അറൈവ് ചെയ്യുന്നത്. എ സി ആയിരിക്കില്ല, ഡി സി സപ്ലൈ ആയിരിക്കും അവർ മോസ്റ്റ് പ്രോപ്പർലി അവർ യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ എ സി സപ്ലൈ ആവേണ്ടതായിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടിടത്ത് നമുക്ക് ആ ഡിസ്കളറേഷൻ കണ്ടേനെ. പക്ഷെ ഇനീഷ്യൽ ടൈം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡി സി ബൾബ് ആയിരുന്നു. അന്ന് കുറച്ചും കൂടെ ആ പണ്ടത്തെ കാലത്തൊക്കെ എ സിക്ക് അത് ഉപരി ഡി സി സപ്ലൈ ആയിരുന്നു നമുക്ക് മെജോറിറ്റി അവിടെ പോപ്പുലർ ആയിരുന്നു. എ സി സപ്ലൈ പതുക്കെ പതുക്കെ വരുന്നുള്ളായിരുന്നു. ഓക്കെ, അപ്പൊ മോസ്റ്റ് പ്രോബ്ലി ഡി സി ആയിരിക്കണം അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ആ ഡിസ്കളറേഷൻ നമുക്ക് എല്ലാവർക്കും ഫോം ആയിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ മോഡേൺ ഒരു ഫസ്റ്റ് റെവല്യൂഷൻ വരുന്നത്. നമ്മുടെ വാക്യൂം ട്യൂബ്സിന്റെ ഫസ്റ്റ് റെവല്യൂഷൻ വരാനുള്ള കാരണം നമ്മുടെ ഇപ്പോഴത്തെ വാക്യൂം ട്യൂബ്സ്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, എങ്ങനെ നമ്മൾ ആ ഒരു സംഭവത്തിലോട്ട് എത്തി. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് ഫ്ലെമിങ്സ് എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് എന്താണെന്ന് നമുക്കത് കാണാം. ഈ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ വാക്യൂം ട്യൂബ്സിന്റെ ഇൻവെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ആളുടെ സയന്റിസ്റ്റ് ആണ് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പൊ ബേസിക്കലി 90s, അതായത് 1910, 1920s ആ സമയത്താണ് അദ്ദേഹം ഒരു ഡിവൈസ്, ഒരു പർട്ടിക്കുലർ ബൾബ് പോലത്തെ സാധനം പേറ്റന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേറ്റന്റ് സിമിലർ ടു ലൈറ്റ് ബൾബ് ആയിരുന്നു. ലൈറ്റ് ബൾബിന്റെ കൂട്ടൊരു സാധനമായിരുന്നു അദ്ദേഹം പേറ്റന്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ബൾബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അവർ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആ ഒരു ഫിലമെന്റിന്റെ കൂടെ നമ്മുടെ ഇലക്ട്രോഡും കൂടെ ആഡ് ചെയ്തു. കണ്ടോ, നോർമൽ ആ ഫിലമെന്റിന്റെ കൂടെ നമ്മുടെ ഇലക്ട്രോഡും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ആ ഒരു ഇലക്ട്രോഡ് ആഡ് ചെയ്യേണ്ട ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഫിലമെന്റ് നമ്മൾ ഇവിടെ നിന്ന് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഈ ഗ്യാപ്പ് ത്രൂ ആക്സിലറേറ്റ് ആയി ഇലക്ട്രോഡ്സിലോട്ട് തട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോൺസ് എന്ന് ശരിക്കും പറഞ്ഞാൽ വൺ വേ സംഭവമായിരുന്നു. അതായത് നമുക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, ഓക്കെ, പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ആ ഒരു ഇലക്ട്രോൺസ് അവിടെ പോയി മീൻസ് മറ്റേ ഇതിനടുത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ നിന്ന് ആക്സൽ ചെയ്തിട്ട് അവിടെ പോയി തട്ടുമായിരുന്നു, മീൻസ് അവിടെ ചെയ്യുമായിരുന്നു. അതേസമയം ആ ഒരു ഇലക്ട്രോഡ് നമുക്ക് നെഗറ്റീവ് സപ്ലൈ ആയിട്ട് നമ്മൾ എന്തെങ്കിലും വോൾട്ടേജ് കൊടുക്കുമായിരുന്നെങ്കിൽ അതിനെ അത് റിപ്പലും ചെയ്യുമായിരുന്നു, റിജക്ട് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അതായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനോമിന. അപ്പോൾ ബേസിക്കലി അത് വൺ വേ സ്ട്രീറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് കാറ്റഗറൈസ് ചെയ്യായിരുന്നു അന്നത്തെ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്കിതിങ്ങനെ പോസിറ്റീവ് ആകുമ്പോൾ നമുക്കിത് ഇങ്ങനെ വിട്ടിരിക്കുകയും ചെയ്യുന്ന സമയം നെഗറ്റീവ് ആകുമ്പോൾ ഇത് വോൾട്ടേജ് അങ്ങോട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവത്തുമില്ല. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ചിന്തിച്ചു നോക്കുക, ഈ ഒരു ഫിനോമിന വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എ സി ടു ഡി സി കൺവേർഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം നമ്മൾ ഡയോഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റിപ്പിൾ കൊണ്ടുവരാൻ പറ്റത്തില്ലേ? അതിന് നമ്മൾ കപ്പാസിറ്റർ വെച്ച് റെക്ടിഫൈ ആയിരിക്കും നമ്മൾ അതിന് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിൽ മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഈ ഒരു ഫിനോമിന നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനെ വിളിച്ചിരുന്നത് തെർമാനിക് ഡയോഡ് എന്ന രീതിയിലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയായിരുന്നു? ഞാനിപ്പോ പറഞ്ഞ ഫിനോമിന ആയിരുന്നു. കാരണം നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും ചെയ്യുമ്പോൾ ഈ എ സി സപ്ലൈ കൊടുത്തോണ്ടിരുന്നെങ്കിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് സർക്യൂട്ട് കണ്ടക്ട് ചെയ്തില്ല, കാരണം ഇതെന്താ റിപ്പിൾ ആയി പോകും. മനസ്സിലായോ? അല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കും? ഇത് പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ ആ ഒരു ഫോം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത് സംഭവിച്ച അവിടെ ഡി സി സപ്ലൈ ആയില്ലേ? എ സി ഡി സി സപ്ലൈ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ നിന്നാണ് നമുക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് അവർക്കൊരു ബെറ്റർ എഫിഷ്യന്റ് ആയിട്ട് സയൻസ് മീൻസ് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് അവർ സിലിണ്ടറിക്കൽ ഷേപ്പ് അവര് എന്താ പറയുന്നത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ഫിലമെന്റ് എടുക്കും, ആ ഫിലമെന്റ് അകത്തോട്ടായിരിക്കും, പിന്നെ ഒരു പ്ലേറ്റ് മുന്നോട്ട് മീൻസ് എന്റെ സർക്കുലർ ഷേപ്പിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഇലക്ട്രോഡും ഫിലമെന്റും സെയിം സംഭവം ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഫിലമെന്റ് കാഥോഡായിട്ടും പ്ലേറ്റ് ആനോഡായിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു. അത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കി. അതുകൊണ്ടാണ് നമ്മൾ പണ്ടത്തെ എല്ലാ വാക്യൂം ട്യൂബ്സ് സിലിണ്ടറിക്കൽ ഷേപ്പ് ഇടാം, കാരണം നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യാൻ പറ്റും സിലിണ്ടറിക്കൽ ഷേപ്പ് ആവും. അപ്പൊ നമ്മളിപ്പോ കണ്ട ഫിനോമിന നമ്മൾ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും അവർ എന്തുകൊണ്ടിരുന്നത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് നമുക്ക് ഇപ്പൊ ചെയ്ത സംഭവ ഫിനോമിന ചെയ്യാൻ പറ്റുമായിരുന്നു. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇതുപോലെ ഫിലമെന്റ് കത്തും, ഇതിലിവിടെ നമുക്ക് ഒരു സർഫേസ് കവറിങ് കാണുമായിരുന്നു.
ഓക്കെ, അപ്പൊ ഇതും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇൻപുട്ട് ഇങ്ങനത്തെ സൈൻ വേവ് അല്ലെങ്കിൽ എ സി സപ്ലൈ ചെയ്ത ആദ്യം ഒരു ഡയോഡ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനൊരു കപ്പാസിറ്റർ 4 ഡയോഡ് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഫുള്ളി നമുക്ക് ഡി സി സപ്ലൈ ഉപയോഗിക്കാം. എല്ലാ സൈഡിൽ കൂടെ നമുക്ക് ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റർ ചെയ്ത് ഫിൽറ്റർ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഇതിൽ നിന്നാണ് നമ്മുടെ മോഡേൺ എന്താ പറയുന്നത് വാക്യൂം ട്യൂബ്സും കുറച്ചും കൂടെ മെച്ചോർഡ് ആയതും മോഡേൺ ട്രാൻസിസ്റ്ററിലോട്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുന്നതും ഈ ഒരു ഇൻവെൻഷൻ ത്രൂ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം കുറെ മാറ്റങ്ങൾ വന്നു. മോഡേൺ ഇലക്ട്രോണിക്സിൽ ഒരു 10-20 വർഷത്തേക്ക് കുറെ കാര്യങ്ങൾ പോസിബിൾ ആയത് ഈ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു. മോഡേൺ റേഡിയോസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവാൻ കാരണം ഈ ഒരു സംഭവമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പൊ എയർലി ഇതൊക്കെ നമുക്ക് മറ്റേ റേഡിയോയുടെ സിഗ്നൽസ് ക്യാച്ച് ചെയ്യാനും അങ്ങനെ നമ്മളത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു അതിന് ശേഷം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്നാണ് അടുത്തൊരു എന്താ പറയുക വഴിത്തിരിവ് ഉണ്ടാവുന്നത്. ട്രയോഡ് എന്നൊരു സംഭവത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി 1900s ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങള് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനും അതൊക്കെയായിരുന്നു അവിടുത്തെ ആദ്യത്തെ ഇഷ്യൂസ്. ഓക്കെ, അതിൽ ഇലക്ട്രോണിക്സിന്റെ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യാൻ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് നമ്മുടെ റേഡിയോ ഓൾമോസ്റ്റ് ഇൻവെന്റഡ് ആയിരുന്നു. പക്ഷേ ലൈക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ അതിൽ പോസിബിൾ ആവുമെങ്കിലും അതിന് ഒരു എന്താ പറയുന്നത് സർട്ടൺ റേഞ്ച് മാത്രമുള്ളായിരുന്നു. ഓൾമോസ്റ്റ് നമുക്കൊരു 1300 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് നമുക്ക് അതിന്റെ റേഞ്ച് കിട്ടത്തുള്ളൂ. ഏകദേശം 800 മൈൽ അത്ര നമുക്ക് അതിന്റെ റേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. മനസ്സിലായോ? അപ്പൊ അന്നത്തെ റേഡിയോ ഉണ്ടെങ്കിലും ഇത്ര ഒരു ഏരിയ മാത്രമേ അത് കവർ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. ഓക്കെ, അപ്പൊ അന്നത്തെ സമയത്ത് ഇലക്ട്രോണിക്സിന്റെ ആംപ്ലിഫിക്കേഷൻ ആയിരുന്നു ഏറ്റവും ഇഷ്യൂസ് വന്നുകൊണ്ടിരുന്നത്. ഇലക്ട്രോണിക്സിന്റെ ഫീൽഡിനകത്ത് ആംപ്ലിഫിക്കേഷൻ ഒരു സംഭവം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടി നമുക്ക് വേറെ സംഭവം നോക്കാം. അപ്പൊ അതിനു മുന്നേ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇത് കണ്ടു കാണാം, നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടു കാണില്ല. ഇതാണ് നമ്മുടെ റിലേ. അപ്പൊ അന്നത്തെ ടെലിഫോൺ, ഞാൻ പറഞ്ഞു അന്നത്തെ ടെലിഫോൺ കാര്യങ്ങളൊക്കെ വിളിക്കാൻ പറ്റുമെങ്കിൽ ഒരു 1300 കിലോമീറ്റേഴ്സിന്റെ ഏരിയ. കാർഡ് മൈക്ക് ആണല്ലോ. ഓക്കെ, ഓക്കെ, അപ്പൊ റിലേ. അപ്പൊ ഈ ഒരു റിലേ വെച്ചിട്ടായിരുന്നു നമ്മള് ആ സമയങ്ങളിൽ ടെലിഗ്രാഫ് എന്താണെന്നറിയാലോ, ടെലിഗ്രാഫിന്റെ ആംപ്ലിഫിക്കേഷൻ ഒക്കെ പോസിബിൾ ആയത് ഈ ഒരു റിലേ കാരണമായിരുന്നു. അപ്പൊ ഈ ഒരു റിലേക്കകത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നോർമൽ റിലേ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് സംഭവിക്കും? ഒരു കോയിൽ കാണും. ഈ കോയിൽ നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ട് ഇതിനെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇലക്ട്രോ മാഗ്നറ്റ് ആവും. ആ സമയത്ത് ഈ സ്വിച്ച് അമങ്ങിയിട്ട് ഈ ഒരു സർക്യൂട്ട് വഴി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈറ്റ് ഓൺ ആകുക. നമ്മൾ ഇപ്പോഴത്തെ റിലേ വർക്ക് ചെയ്യുന്ന സെയിം സംഭവം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ നമുക്ക് സ്വിച്ചിനെ ആക്റ്റീവ് ആക്കാൻ റിമോട്ട് ആയിരുന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇതൊരു എന്താ പറയുക ഇതിന്റെ ഡിമാഗ്നറ്റൈസ് ആകുമ്പോൾ ഇതിന്റെ കൂടെ വോൾട്ടേജ് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? LED ഓഫ് ആവുമായിരുന്നു. നമുക്ക് ഈ ബാറ്ററിയുടെ അതായത് ഈ സോഴ്സ് കട്ട് ചെയ്യുമ്പോൾ ഈ ഡിമാഗ്നറ്റൈസ് ആവും, തിരിച്ചു വരും. റിലേ നമ്മൾ ഓൺ ഓഫ് ആക്കുന്നില്ല. സെയിം പ്രിൻസിപ്പിൾ ആയിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ പ്രിൻസിപ്പിൾ ആയിരുന്നു ആംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടിരുന്നത്. കുറച്ചു നേരം വോൾട്ടേജ് ഓൺ ആക്കും, ഓഫ് ആക്കാത്ത രീതിയിൽ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പണ്ടത്തെ ഡോട്ട് ആൻഡ് ഹാഷസ് നമ്മുടെ മോഴ്സ് കോഡ് ഒക്കെ ആംപ്ലിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു ബൈനറി ഔട്ട്പുട്ട് ആണല്ലോ. ഈ ഒരു ബൈനറി ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാല് ഇൻകാപ്പബിൾ ആയിരുന്നു. ഏതാ നമ്മുടെ അന്നത്തെ സിഗ്നൽ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ പ്രകൃതി അറൗണ്ട് ഉള്ളത് ഏത് സിഗ്നൽ ഏതാ? അനലോഗ് സിഗ്നൽസ് ആണ് നമുക്കുള്ളത്. നമ്മള് മൈക്ക് നിങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ വോയിസ് പറയുമ്പോഴും ഇതൊക്കെ എന്താ? അനലോഗ് വേവ്സ് ആ അല്ലെ? ഈ അനലോഗ് വേവ്സ് ആണ് നമ്മൾ ചുറ്റുമായിട്ടുള്ളത്. അപ്പൊ ഈ അനലോഗ് വേവ്സിനെ ആംപ്ലിഫൈ ചെയ്യാനും പിന്നെ ഫോൺ കോൾസിനും അല്ലെങ്കിൽ ഫോൺ കോളിന്റെ
വേവ്സ് ഉണ്ട്, സിഗ്നൽസിനെ അനലോഗ് വേവ്സിനെ ഒക്കെ റേഡിയോ വേവ്സ് ഒക്കെ എന്തായിരുന്നു അനലോഗ് സിഗ്നൽസ് ആണ്. അതിനെ ആംപ്ലിഫൈ ഉള്ള ഒരു എന്താ പറയുന്നത് കാപ്പബിലിറ്റി ഈ ഒരു സിസ്റ്റത്തിന് ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഒരു ഇതിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ 1906 ലീഡി ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്, എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ആദ്യത്തെ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബ്രേക്ക് ത്രൂ കാരണം വരെ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് എന്ത് സംഭവിച്ച ഒരു റെവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ആൾ ചെയ്ത എന്താന്ന് പറഞ്ഞാല് ട്രയോഡ് എന്നൊരു സംഭവം ആള് ഇൻവെന്റ് ചെയ്തു. ട്രയോഡ് എന്ന സംഭവം എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു കാഥോഡ് കാണും, ഇതൊരു ആനോഡും കാണും. നമ്മുടെ നേരത്തെ കണ്ട സെയിം സംഭവം തന്നെ, പക്ഷെ അതിന്റെ കൂടെ നടുക്കൊരു ഗ്രിഡും കൂടെ കൊണ്ടുവച്ച ആള്. അപ്പൊ നടുക്കൊരു ഗ്രിഡ് കൊണ്ടുവച്ചപ്പോൾ അത് നമ്മൾ 3 അതായതുകൊണ്ട് നമ്മൾ ട്രയോഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇവിടെ ഇത് ചെയ്ത് യൂസ് ചെയ്യുന്നതിനാന്ന് പറഞ്ഞാല് എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കാഥോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇലക്ട്രോൺസിനെ ഈ ഗ്രിഡ് വഴി നമ്മൾ കടത്തിടാൻ തുടങ്ങി. ഓക്കെ, ഗ്രിഡ് വഴി നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഗ്രിഡിന്റെ വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ അത് തിരിച്ച് റിപ്പൽ ചെയ്യുമായിരുന്നു, പക്ഷെ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് അതിനെ കടത്തി വിടുമായിരുന്നു. അപ്പം ഈ ഗ്രിഡോടെ ഇൻവെന്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ കാട്ടി കുറച്ചും കൂടി രീതിയിൽ നമുക്ക് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റിയായിരുന്നു. നേരത്തെ നമ്മൾ കണ്ട സംഭവം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഇൻപുട്ട് കൊടുത്ത ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷെ ഒരു ആംപ്ലിഫിക്കേഷൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് അത് ചോദിക്കുക, കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഇലക്ട്രോൺസിൽ വിടുന്നു, പിന്നെ നമ്മൾ ഓഫ് ആക്കുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിലായോ? ആ ഒരു സംഭവം നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഞാൻ കമ്പാരിസൺ കാണിച്ചു തരാം. അപ്പൊ ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ നെഗറ്റീവ് വരുമ്പോ ഗ്രിഡിനകത്ത് ഇത് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് വരുമ്പോ നമുക്ക് ഇലക്ട്രോൺസിന് കടത്തി വിടും. എടാ മൈക്ക് ഓഫ് നജ ആരാണ് ആ കുട്ടിയോട് പറയും മൈക്ക് ഓഫ് ഒക്കെ. നജ ഹലോ, ഓണാക്കി വെച്ചിട്ട് പോയല്ലേ? രാവിലെ ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് ഒന്ന് പറയണേ ഓഫാക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രിഡിനകത്ത് നമ്മൾ നെഗറ്റീവ് ആയ സമയത്ത് നെഗറ്റീവ് ആയ സമയത്ത് അത് റിപ്പൽ ചെയ്യായിരുന്നു, പോസിറ്റീവ് ആയ സമയത്ത് അത് കടത്തി വിടുമായിരുന്നു. അപ്പൊ ഇത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ കുറെ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആംപ്ലിഫിക്കേഷൻ കിട്ടും. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഒരു ചെറിയൊരു പൈപ്പ് ക്ലിഫിൽ കൂടെ നമ്മൾ വിടുക, വെള്ളം തുറന്നിടുക വിചാരിച്ചോ, ഓരോ ഫ്രീക്വന്റ്. അപ്പോ നമുക്ക് ഇങ്ങനെ ഇത് പൈപ്പ് തിരിക്കാനും അടയ്ക്കാനും നമുക്ക് അധികം എഫർട്ട് എടുക്കണ്ടല്ലോ. ഇങ്ങനെ ചെയ്യാൻ മതിയല്ലോ, ട്വിസ്റ്റിംഗ് സംഭവം മതിയല്ലോ. അപ്പൊ അതിന് എഫോർട്ട് വേണ്ട. അപ്പൊ മിനിമൽ എഫോർട്ടിൽ നമ്മൾ ഓരോ ഇന്റർവെല്ലിൽ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അത് കണ്ടോ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് മാറുന്നത് കണ്ടോ? അപ്പൊ ഈ ഒരു ഫിനോമിന എന്താ ആംപ്ലിഫൈ ചെയ്യുക. അതായത് ഇതേ സംഭവം തന്നെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വെള്ളം തുടുമ്പോൾ കണ്ടില്ല, കുറച്ച് തുള്ളിക്ക് ഭയങ്കര തുള്ളിയാണ്, മറ്റേന്ന് ചെറിയ തുള്ളിയാണ്. നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇന്റർവെല്ലിൽ നമുക്ക് ഫ്രീക്വൻസി കൂട്ടി വിടാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് സിഗ്നൽ ചെയ്യേണ്ടത് നമുക്ക് കുഞ്ഞു സിഗ്നലിനെ വലിയ സിഗ്നലാക്കി മാറ്റാൻ ആംപ്ലിഫൈ ചെയ്ത് വിടണമായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ഇത് തന്നെയാണ്, നമ്മൾ മോഡേൺ ട്രാൻസിസ്റ്ററും ഇതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ അവിടെ എന്ത് ചെയ്തത് ആംപ്ലിഫിക്കേഷൻ നമുക്ക് ഹെൽപ്പ് ആയത്. അപ്പൊ ഒരു ചെറിയ സാധനം വെച്ച് നമുക്ക് എന്താ ഒരു വലിയൊരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഒരു amount ഓഫ് ആംപ്ലിഫിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഡാറ്റയ്ക്ക്. അതായിരുന്നു ട്രയോഡിന്റെ ഒരു ഇൻവെൻഷൻ പോലും നമുക്ക് പോസിബിൾ. ഫസ്റ്റ് ടൈം എന്ത് പറ്റി? പിന്നെ എല്ലാവരും മൈക്ക് ഓൺ ആക്കിയിട്ട് അങ്ങ് പോവാണോ? ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻവെൻഷൻ കാരണം, ഈ ട്രയോഡിന്റെ ഇൻവെൻഷൻ കാരണം പോസിബിൾ ആയ എന്താണ്, നമ്മുടെ നോർമൽ അത് കാരണം എന്ത് പോസിബിൾ ആയി? ഫസ്റ്റ് ടൈം നമ്മുടെ ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരാളെ വിളിക്കാൻ പറ്റി. ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ കോൾ പോസിബിൾ ആയി. ആൻഡ് 1960 ആയപ്പോഴത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസ്, ആ ട്രയോഡ് എന്ന സംഭവം 1915
25th ജാനുവരിയിലാണ് ഈ ഒരു സംഭവം പോസിബിൾ ആവുന്നത്. ഇതാ നമ്മുടെ കോളിംഗ് സിസ്റ്റം പോസിബിൾ ആണ്. അതിനുശേഷം ഒരു 1960 ആകുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ഇവിടെ കാണുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഗ്രിഡ് കാണാം. ഈ ഒരു ഗ്രിഡ് കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു ഗ്രിഡിന് അതായത് കത്തിക്കുമ്പോഴായിരുന്നു ആ ഒരു സംഭവം പോസിബിൾ ആവുന്നത്. ഓക്കെ, ആൻഡ് ഭയങ്കര മൈന്യൂട്ട് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് അവര് ഈ സിമിലർ എന്താ പറയുന്നത് ഡിസൈൻ തന്നെ ഫോളോ ചെയ്ത്, നമ്മൾ നേരത്തെ വാക്യൂം ക്ലീൻ കണ്ടില്ലേ, സെയിം ഡിസൈൻ ഇവരും ഫോളോ ചെയ്ത് കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഇതിനകത്ത് അവർ നടുക്കൊരു എന്ത് ചെയ്തു, നമ്മളിപ്പോ കണ്ട സംഭവം തന്നെ 3 ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒന്ന് അകത്ത് പ്ലേറ്റ്, ഈ ഒരു സംഭവം ആനോഡ് ആയിട്ടും ഗ്രിഡ് ആയിട്ടും, പിന്നെ അകത്ത് ഫിലമെന്റ് ആയിട്ടും കാഥോഡ്. ഓക്കെ, നേരത്തെ ഇലക്ട്രോൺസിന്റെ ഫ്ലോസ് ആണ് സിമിലർ തന്നെ, പക്ഷെ സെയിം ഫിനോമിന തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു കണ്ടുപിടുത്തം കാരണം 1960s എന്ത് പോസിബിൾ ആയി? നമ്മുടെ ഇലക്ട്രോൺസും ടി വി റേഡിയോസ് ഒക്കെ റെവല്യൂഷനൈസ് ആവാൻ തുടങ്ങി, കുറച്ചും കൂടെ ബെറ്റർ ആവാൻ തുടങ്ങി, കുറച്ചും കൂടെ റെവല്യൂഷൻ തുടങ്ങാൻ തുടങ്ങി ഈ ഒരു മോഡേൺ സംഭവം, ആ ട്രയോഡ് കാരണം. മനസ്സിലായോ? കുറെ വർഷങ്ങളോളം നമ്മുടെ ഇലക്ട്രോണിക്സ് എല്ലാം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായോ ട്രയോഡ് എങ്ങനെ ഇൻവെന്റ് ആയെന്ന്? ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് ഫേസിലോട്ട് എത്തി. നമ്മള് ആലോചിച്ച് നോക്കണം, നമ്മൾ തുടങ്ങിയത് എവിടെയാണ്? ലൈറ്റ് ബൾബിൽ തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ ലൈറ്റ് ബൾബിൽ തുടങ്ങി നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് റേഡിയോസും ടി വിസ് ഒക്കെ പോസിബിൾ ആയി ആ ഇൻവെൻഷൻ കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ 1937 ക്ലൗഡ് ഷാനോൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു കണക്ഷൻ കണ്ടുപിടിച്ചു. ഇവിടെ നിന്നാണ് നമുക്ക് എന്താ പറയുന്നത്, കോളേജിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ ക്രിയേറ്റ് ചെയ്ത ആളാണ് ക്ലൗഡ് ഷാനോൺ. നമ്മൾ പഠിക്കുന്ന ഓരോ മോഡേൺ കൺസെപ്റ്റ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ഇലക്ട്രിക് ആൾക്കാർക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ തല പിടിക്കുന്ന കൺസെപ്റ്റ് ഒക്കെ തുടക്കം കുറിച്ച ആളാണ് ക്ലൗഡ് ഷാനോൺ എന്ന് പറഞ്ഞ ആള്. അപ്പൊ ആളുടെ 1937 തീസിസിലാണ് ആളൊരു കണക്ഷൻ കണ്ടുപിടിച്ചു. എന്താ? ഇലക്ട്രിക് സർക്യൂട്ടും ബൂളിയൻ ആൽജബ്രയും തമ്മിൽ. ഇവിടാണ് നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക്സിന്റെ എന്താ ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന 3 കാറ്റഗറി ഓഫ് ആൾക്കാര്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൾക്കാര്, ഇവിടെ നിന്നാണ് ഒരു എന്താ പറയുന്നത് ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവാൻ എന്താ പറയുന്നത് തുടങ്ങാനുള്ള ഏറ്റവും ഒരു കാരണം ഇതായിരുന്നു. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി നമ്മൾ ഇതുവരെ നമ്മൾ ഇലക്ട്രോണിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. തുടക്കം ഞാൻ എല്ലാം പറഞ്ഞിരുന്നത് ഇലക്ട്രിസിറ്റിനാണ്, പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞത്. കാരണം അതുവരെ ഇതെല്ലാം ചെയ്തിരുന്ന ഇലക്ട്രിസിറ്റിനെ കൺട്രോൾ ചെയ്യാനും ഇലക്ട്രിസിറ്റിനെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിരുന്നു. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സിലോട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇലക്ട്രോണിക്സ്, ഇതിനെ മോഡിഫൈ ചെയ്ത സമയത്താണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലോട്ട് വന്നത്. പക്ഷെ തുടക്ക സമയത്ത് ഇതെല്ലാം ഒറ്റ രീതിയിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് സെപ്പറേറ്റ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പല ആൾക്കാരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അന്ന് ഇവിടെ മുതലാണ് നമുക്കൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നമ്മുടെ ഷോൺ എന്ന് പറഞ്ഞ ആള്, ക്ലൗഡ് ഷാനോൺ എന്ന് പറഞ്ഞ ആള് ഒരു തീസിസ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ലോജിക് കണ്ടുപിടിക്കാൻ തുടങ്ങി. അതായത് നമുക്ക് നോർമൽ ഇലക്ട്രിക് സർക്യൂട്ടും ഒരു ബൂലിയൻ ആൽജബ്രയും തമ്മിലുള്ള കണക്ഷൻസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം 1800 ജോർജ് ബൂൾ എന്ന് പറഞ്ഞ ആള് ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഇന്നത്തെ ബൂലിയൻ ആൽജബ്ര കണ്ടുപിടിച്ച മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ബൂളിയൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളുടെ ബൂളിയൻ സിസ്റ്റത്തിന് വരുന്ന 2 കാര്യങ്ങളായിരുന്നു, വൺസ് ആൻഡ് സീറോസ്. അപ്പൊ വേറെ 1 എന്ന് പറഞ്ഞാല് ട്രൂ, ഫാൾസ് എന്ന് പറഞ്ഞാല് 0. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആലോചിച്ചാൽ, നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ബൂളിയൻ ആൽജബ്ര എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. നമ്മൾ അന്നൊന്നും ചിന്തിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജ് വരുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബൂളിയൻ ആൽജബ്ര എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് മാത്തമാറ്റിക്സിലൊക്കെ, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ പോസ്റ്റ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്സിൽ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അവിടുന്ന് ഈ ട്രൂ ഓർ ഫാൾസ് സംഭവം, അതായത് ട്രൂ എന്ന് പറഞ്ഞാൽ 1, ഫാൾസ് എന്ന് പറഞ്ഞാൽ 0, ഈ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ബൂളിയൻ ആൽജബ്രയുടെ. ഓക്കെ, ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു എന്ത് ഫോം ആയത്? ബൂളിയൻ ആൽജബ്ര തന്നെ അദ്ദേഹം, അതായത് ജോർജ് ബൂൾ എന്ന് പറഞ്ഞ ആൾ ഒരു ആൻഡ് എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ആയത്. ആൻഡ് ഓപ്പറേഷൻ സിമ്പിൾ ആയിരുന്നു, ഒന്നുമില്ല, 2 ഔട്ട്പുട്ടും
ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, രണ്ട് ഔട്ട്പുട്ട് ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഈ ഒരു ആൻഡ് ടേബിൾ മാത്തമാറ്റിക്സിൽ ആൻഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു, ജോർജ് ബൂൾ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ആൻഡ് ലൈക്ക് ഓപ്പറേഷൻസ് ഒക്കെ ആദ്യം ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്സിലായിരുന്നു അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം മനുഷ്യന്മാർ എന്ത് എന്താ പറയുക ഡൈനാമിക് ആയി ചിന്തിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എന്ത് സംഭവിച്ചത്? ഷാനോൺ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? നമുക്ക് ഈ ഒരു ബൂലിയൻ ഓപ്പറേഷൻസ് നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാനും നമുക്ക് എന്താ പറയുന്നത് ഈ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിട്ട് നമുക്ക് ഇക്വലന്റ് ആയിട്ട് ഒരു എന്താ പറയുന്ന ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇത് കണ്ടോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിലേ. അപ്പോ സർക്യൂട്ട് എക്സ് ആണെങ്കിൽ 0 എന്ന് പറയുമ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ്, 1 എന്ന് പറയുമ്പോൾ സർക്യൂട്ട് ഈസ് ഓപ്പൺ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടോ, ഇത് മൊത്തം മാത്തമാറ്റിക്സും ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും കൂടെ മെർജ് ചെയ്തിട്ടായിരുന്നു ഷാനോന്റെ തീസിസ് ആള് പബ്ലിഷ് ചെയ്തു. ഓക്കെ, കുറെ എക്സ്പാൻഷൻസും കാര്യങ്ങളും പോസ്റ്റ്ലേറ്റ്സും ഒക്കെ കണ്ടു. ഈ ഒരു പോസ്റ്റ്ലേറ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അദ്ദേഹം ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെല്ലാം നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് ഇക്വലന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ആക്കാൻ പറ്റുമെന്ന് ഒരു തീസിസ് പുള്ളി പബ്ലിഷ് ചെയ്തു. അവിടെ നിന്നാണ് കുറെ കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ആള് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇതിനെല്ലാം ഒരു അർത്ഥം വരണമെങ്കിൽ സിമ്പിൾ കാര്യം ചെയ്താൽ മതി. ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? സ്വിച്ചസ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ഓഫ് അല്ലേ? സ്വിച്ച് കടത്തി വിടുമ്പം ഹൈ, ഇല്ലാത്തപ്പം ലോ. അപ്പൊ ആള് പറഞ്ഞത് ഇതിനൊരു സ്വിച്ച് ആയിട്ട് കൺസിഡർ ആക്കിയാൽ മതി, ഇതിനെല്ലാം ഒരു ലോജിക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ തന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ജോർജ് സ്റ്റിഗ്ലിറ്റ്സ് ഇപ്പം പുള്ളിയാണ് അടുത്തൊരു എന്താ പറയുന്നത് റെവല്യൂഷൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച വേണം ഇപ്പൊ ഇതിൽ പഠിക്കാൻ സാധനമാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ജോർജ് സ്റ്റിഗ്ലിറ്റ്സ് എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് ആയിട്ട് ഡിജിറ്റൽ കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അന്നത്തെ ഡിജിറ്റൽ കാൽക്കുലേറ്റർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. ഇതായിരുന്നു അന്നത്തെ ഡിജിറ്റൽ കാൽക്കുലേറ്റർ. അപ്പൊ ഇതില് അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞാല് ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ 2 റിലേ, ബാറ്ററി, പിന്നെ ഒരു ടിന്ന്, ടൊബാക്കോയുടെ ടിന്ന്, 2 റോൺസ് ഓഫ് ഫ്ലോ വെച്ച് നമ്മൾ അഡീഷൻ പോസിബിൾ ആക്കി തുടങ്ങി. മനസ്സിലാക്കണം, ഒരു ആഡർ സർക്യൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ലോജിക്കൽ. ഓക്കെ, അപ്പം ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് അടുത്ത സംഭവം തുടങ്ങിയത്. അതായത് ഈ സിമ്പിൾ മാത്സ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റുമല്ലോ, 2 റിലേ വെച്ചിട്ട് ഒറ്റ ഒരു സർക്യൂട്ട് പോലെ സിമ്പിൾ മാത്സ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇതേ ഹാഫ് വാട്ടർ മൾട്ടിപ്പിൾ ടൈംസ് ആഡ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതായിരുന്നു ഒരു വഴിത്തിരിവുണ്ടായത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഫസ്റ്റ് നമ്മുടെ ഒരു മെഷീൻ പോസിബിൾ ആയത്, ഫസ്റ്റ് മോഡൽ 1 എന്നൊരു സംഭവം ക്രിയേറ്റ് ആവുന്നതും ഫിൽ ലാബ്സ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലാബാണ് ഫിൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ആദ്യം ഇതൊരു സംഭവം സിസ്റ്റം ഫോം ആവുന്നത്. ഇവിടെ 8 ഡിജിറ്റ് നമ്പർ വരുന്നത് ഇതിനെ ആഡ് ചെയ്ത് 1/10 സെക്കൻഡിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അതിനെ മൾട്ടിപ്ലിക്കേഷൻ പോലത്തെ സംഭവങ്ങൾ ഇതിൽ കൂടെ പോസിബിൾ ആവാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, 8 ബിറ്റിന് വെച്ചിട്ട് ഇത്ര ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അത് ബിൽഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതുവരെ ആയിരുന്നു നമ്മുടെ ആ ഒരു ഇലക്ട്രോണിക്സ് തുടങ്ങിയത്. ഇതൊരു മിനിയേച്ചർ വെർഷൻ കാണിക്കാം. അപ്പൊ അതിനൊരു മുന്നോട്ടായിട്ട് സപ്പോസ് മനസ്സിലാക്കാൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇത് 1ഉം 0, ഈ LED ഓൺ ആക്കി, ഇതിന്റെ ബാക്ക് മൊത്തം റിലേ ആണ്. 1ഉം 0 എന്ന് വിചാരിച്ചു. 1 0 2, 1 എന്ന് പറയുമ്പോൾ 3, മറ്റേ ബൈനറി നമ്പേഴ്സ് കൺവേർഷൻ കാര്യമല്ലോ, 2ന്റെ പവറിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2⁻0 പിന്നെ 2⁻1 അതുപോലെ ആഡ് ചെയ്യുമ്പോൾ 2 വരും. 2⁻0 2⁻1 എന്ന് പറയുമ്പോൾ 3 വരും. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് കണ്ടോ? ഔട്ട്പുട്ട് എന്താ കിട്ടിയേ? 1 0 1. അതെന്തായിരുന്നു? 5. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കുന്നത്, ടക് 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 നല്ല സൗണ്ട് കേൾക്കുന്നത്. ഞാൻ സൗണ്ട് കേൾപ്പിക്കാൻ കണ്ട. അപ്പൊ ആ ഒരു സൗണ്ട് ശരിക്കും പറയാൻ റിലേ കാരണം സ്വിച്ച് ആവുന്നതാ. അപ്പൊ ആ റിലേ കാരണം സ്വിച്ച് ആയിട്ടായിരുന്നു ഈ ഒരു സംഭവം അവര് എന്താ പറയുന്നത് പോസിബിൾ ആയത്. ആൻഡ് ആ ഫസ്റ്റ് ഒരു മെഷീൻ കാണിച്ചില്ലേ ഞാനിവിടെ ആദ്യമേ, വലിയ സ്റ്റാക്ക് ചെയ്ത് മോഡൽ 1 പറഞ്ഞിട്ട്. ആ മോഡൽ 1 ഏകദേശം 460
റിലേസ് വെച്ചിട്ടായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. നമുക്ക് 8 ബിറ്റ്സ് നമ്പർ ആഡ് ഒക്കെ ചെയ്തില്ലേ, അപ്പൊ അത് 460 റിലേ വെച്ചിട്ടായിരുന്നു അത് പോസിബിൾ ആക്കിയത്. പക്ഷെ ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇതിന്. ഓക്കെ, ഞാൻ അതൊരു ഇത് കാണിക്കാം. ഏകദേശം ഇതുപോലെ ഇരിക്കുമായിരുന്നു. കണ്ടോ, ആ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുമായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിലേ കണ്ട സ്വിച്ച് ആവുന്നതായിരുന്നു. ഇതൊരു മിനിയേച്ചർ മോഡലാണ്. ഒരു യൂട്യൂബർ ഒരു ഉണ്ട് ആൾ, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മോഡല്, പണ്ടത്തെ കോപ്പി ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ടെക് 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 സൗണ്ട് ഇട്ടിട്ട് ഇതിന്റെ സംഭവങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്നത്തെ 460, 50, 500 ഒക്കെ സാധനം ഇട്ട് വെക്കുമ്പോൾ എന്തൊരു സൗണ്ട് ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇത്തരം മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ ഒക്കെ ആദ്യം പോസിബിൾ ആയ സംഭവമായിരുന്നു ഈ ഒരു ഫിനോമിന എന്ന് പറഞ്ഞാൽ. ഈ ഒരു സിസ്റ്റം ആയിരുന്നു അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ ഓക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ചാനലായിരുന്നു അത്. ഓക്കെ, അപ്പോ ഇവിടെ പുള്ളി ശരിക്കും പറഞ്ഞാല് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയോഡ് ഉണ്ടല്ലോ, ട്രയോഡ്, ഇത് വെച്ച് നമുക്കൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ ഒരു ഓസിലോസ്കോപ്പ് വെച്ചിട്ട് കാണിക്കും. ഇതൊരാളുടെ ക്ലിപ്പിംഗ്സ് ആണ്, എടുത്തതാണ് ഇതിനു വേണ്ടി. അപ്പം ഈ ഒരു ട്രയോഡ് നമ്മൾ ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇത്രയാണ്, ഇത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ വോൾട്ടേജ് കൂടുന്തോറും കുറച്ചുകൂടെ നമുക്ക് വോൾട്ടേജ് കിട്ടുമായിരുന്നു ഹൈ ആംപ്ലിഫിക്കേഷൻ രീതിയിൽ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ഫിനോമിന വെച്ചിട്ടായിരുന്നു ഈ സംഭവം പോസിബിൾ ആവുന്നത്. ഗ്രിഡിന്റെ ഹെൽപ്പോടെ നമ്മൾ സ്റ്റോപ്പും ഓണും ചെയ്യുമ്പോഴേക്കും നമ്മളത് ചെയ്യാണ്ടിരുന്നത്. ഇതൊരു സ്വിച്ചിങ് സംഭവം, ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാർക്ക് ശരിക്കും ആവശ്യമായിരുന്നു ഒരു സ്വിച്ച് ആയിരുന്നു ഈ ടാസ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് ചെയ്യുവല്ലേ, വോൾട്ടേജ് സ്വിച്ച് ചെയ്ത് വിടുവായ സംഭവം നടക്കുന്നത്. അപ്പൊ ഒരു സ്വിച്ച് വേണമായിരുന്നു, അധികം സൗണ്ട് ഒന്നും ഇല്ലാത്ത, അധികം എന്താ പറയുന്നത് ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത ഒരു സ്വിച്ചിന്റെ ഇൻവെൻഷൻ ആയിരുന്നു അവര് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തിലോട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയോഡ് ശരിക്കും പറഞ്ഞാൽ മോഡേൺ ഇലക്ട്രോണിക്സിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം റാപ്പിഡ്ലി വോൾട്ടേജ് ഇതിന്റെ സ്വിച്ച് ഉള്ള കാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1s and 0s നമ്മൾ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി സ്വിച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ പോസിബിലിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു. കുറെ ഡിവൈസസിൽ നമുക്ക് എന്താ പറയുന്നത് പോസിബിൾ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ റാപ്പിഡ് വോൾട്ടേജിന്റെ ഒരു സ്വിച്ചിങ് പോസിബിൾ ആയത് ഈ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു. ആൻഡ് അത് വെച്ചിട്ട് കുറെ മോഡേൺ സംഭവം ഉണ്ടായി. ആൻഡ് ഫസ്റ്റ് കമ്പ്യൂട്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ENIAC എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടർ ENIAC 1945 December 10 അതിന്റെ ഫസ്റ്റ് നമുക്ക് അതിന്റെ അപ്പിയറൻസ് കാണാൻ പറ്റിയത്. ഇത് ഏകദേശം ഒരു റൂമിന്റെ അത്രയും, നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കേൾക്കാം റൂമിൽ എത്ര ഉണ്ടായിരുന്നു പണ്ടത്തെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതായിരുന്നു സംഭവം. 30 ടൺ, ഏകദേശം 30 ടൺ, നിങ്ങൾ ചോദിച്ചാൽ 1000 കിലോ ആണ്. അപ്പൊ 30 ടണ്ണ് വരുന്നത് ഈ റൂമിന്റെ അകത്ത് കുത്തി നിറച്ചിട്ടായിരുന്നു. ഏകദേശം 175 KW പവർ ആയിരുന്നു ഇത് കൺസ്യൂം ചെയ്യുന്നോണ്ടിരുന്നത്. ഓക്കെ, ആ സമയത്ത് ഒരു റൂമറുകൾ ഉണ്ടായിരുന്നു. ഇത് ഫിലഡൽഫിയയിലാണ് ആദ്യമായിട്ട് ഇത് എന്താ പറയുന്നത് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു, ലൈക്ക് ഫിലഡൽഫിയയില് കറണ്ട് മിന്നു വരുന്ന ഇടയ്ക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറയുന്നത്, ലൈക്ക് അവിടെ ആ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിന്റെ പവർ ഡൗൺ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പവർ അപ്പ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞൊരു റൂമേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ ഒക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഹെവി സാധനമായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത്. ആൻഡ് ENIAC എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ഒരു കാൽക്കുലേഷൻ പർപ്പസിനൊക്കെ ചെയ്ത്. അൺലൈക്ക് നോർമൽ കാൽക്കുലേഷൻ, കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇതിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഏകദേശം 500 ഓപ്പറേഷൻസ് ഒരു സെക്കൻഡിൽ ഇതിന് ചെയ്യാൻ പറ്റുമായിരുന്നു. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇതിന് ചെയ്യാൻ പറ്റുമായിരുന്നു. ലൈക്ക് ഒരു വിധമുള്ള ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് മാത്രമേ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാല് ഇത് വലിയ കാര്യമായിരുന്നു. കാരണം ടേം കോയിൻ ആയിട്ടില്ല. അന്ന് കമ്പ്യൂട്ടറിന് ശരിക്കും വിളിച്ചോണ്ടിരുന്ന ആരായിരുന്നു അറിയോ? നമ്മള് മാനുവലി ഇരുന്ന് കാൽക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, കമ്പ്യൂട്ടിംഗ് ഇതിൽ പറഞ്ഞു വരുന്നത്. പിന്നീട് എന്നാൽ കമ്പ്യൂട്ടർ ടേം കാൽക്കുലേറ്റ് മീൻസ് കോയിൻ ആവുന്നതും നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അപ്പം ഇവിടെ നിന്നായിരുന്നു നമുക്ക് കുറെ കാര്യങ്ങൾ തുടങ്ങിയത്. ഇതാണ് ഏറ്റവും റെവല്യൂഷൻ ആയിട്ട് കാര്യം. ഫസ്റ്റ് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാവാൻ കാരണം ഈ ഒരു ENIAC എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. ആൻഡ് ഇത് കോംപ്ലക്സ് കാൽക്കുലേഷൻ ഇത് വെച്ചിട്ടായിരുന്നു ഫോം ചെയ്തത്. ആൻഡ് അതിന്റെ അഡ്വൈസർ ആയ നോറിസ് ബ്രാഡ്ബറി എന്ന് പറഞ്ഞ ആള് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ ടു അറൈവ് എനി
സൊല്യൂഷൻ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് ENIAC. അപ്പൊ ഈ ENIAC എന്ന് പറഞ്ഞ അന്നത്തെ ആ സമയത്തുള്ള ആ ഒരു കമ്പ്യൂട്ടർ കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഫോം ആയിട്ട് ഹൈഡ്രജൻ ബോംബിന്റെ വരെ കാൽക്കുലേഷൻസ് മീൻസ് അതിന്റെ ഫോമുകൾ കുറെ മിക്സ് നിലക്കുണ്ടല്ലോ. അപ്പൊ അതിനെ തുടങ്ങിയത് ഈ ഒരു സംഭവമായിരുന്നു, റെവല്യൂഷൻസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ബൾബിൽ നിന്ന് തുടങ്ങിയ സാധനം ഇന്ന് ഹൈഡ്രജൻ ബോംബ് വരെ ക്രിയേറ്റ് ആക്കാനുള്ള റെവല്യൂഷനിൽ കൊണ്ടെത്തിയത് നമ്മുടെ ഇത്ര ഒരു വലിയ സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മനുഷ്യന്മാർ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെയായിരുന്നു നമ്മുടെ ആ ഫിലമെന്റിന്റെ ഒരു കാരണം, ഒരു ബേസിക് സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ യൂട്യൂബർ ഉണ്ടാക്കിയത്. ആ യൂട്യൂബറിന്റെ പറഞ്ഞ ക്ലിപ്പിംഗ്സ് എടുത്തേക്കുന്നത് ഇദ്ദേഹമാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ സംഭവം രാത്രിയിലൊക്കെ അത് കത്തുമ്പോൾ, ഒരു ഫിലമെന്റ് ആണല്ലോ, ഫിലിം കത്തുമ്പോൾ ഒരു സിറ്റിക്ക് അത് ലൈറ്റ് കത്തുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഇതുപോലെ കണ്ടോ, നല്ല രസമല്ലേ, സിറ്റിക്ക് അത് ലൈറ്റ് കത്തുന്ന ഒരു എഫക്റ്റ് അതിൽ കണ്ടോണ്ടിരുന്നത്. അതെ, നല്ല രസമായിരുന്നു. കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇഷ്യൂസ് എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിന്റെ മെയിൻ്റെനൻസ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകും, അധികം നാൾ അതിനൊന്നും നിൽക്കത്തില്ല. അതിനകത്ത് ഫിലിമിന്റെ കുറെ നേരം കഴിയുമ്പോൾ പ്രശ്നം വരുമായിരുന്നു. പിന്നെ കുറെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണമായിരുന്നു. അപ്പൊ ലൈക്ക് ഓരോ 2-3 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന് മൊത്തത്തിൽ വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചിട്ട് ഏത് അടിച്ചു പോകുന്ന കണ്ടുപിടിച്ചിട്ട് അത് മാറ്റേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ സംഭവം ചെയ്യാൻ വേണ്ടി. ആൻഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് റണ്ണിങ്ങിന് ഇവർ പറയുന്നത് ഏകദേശം 116 hours ആയിരുന്നു മാക്സിമം ഈ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്നായിരുന്നു നമ്മുടെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഒരു വരുത്തിരിവ് ഉണ്ടാവാൻ കാരണം. ഓക്കെ, ആൻഡ് ഈ ഒരു സ്വിച്ചിങ് പർപ്പസ് ഞാൻ ആലോചിച്ച് നോക്കണം. ഈ ഒരു സ്വിച്ചിങ് സംഭവം ഇവിടെ മാത്രമല്ല, നമ്മുടെ കുറച്ചും കൂടെ ഡെലിക്കേറ്റ് ആയിട്ട് കുറച്ചും കൂടി ചെറിയ രീതിയിലായിട്ട് ഒരു സിലിക്കൺ വേഫറിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്ന സമയത്താണ് ഇതിന്റെ റെവല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ആൾക്കാർ ഈ ഒരു സംഭവത്തിനെ സിലിക്കൺ വേഫറിലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു സാധനം ആരോ കണ്ടുപിടിച്ചു. അതിലോട്ടാണ് നമ്മൾ അടുത്ത റെവല്യൂഷൻസ് വരുന്നത്. ഓക്കെ, ഈ ഒരു IC ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതെന്നാണ് നമ്മുടെ എന്ത് സംഭവിച്ചത്, മോഡേൺ ട്രാൻസിസ്റ്റേഴ്സിന്റെ സംഭവിക്കല് പോസിബിൾ ആണത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ 1947 എഗെയിൻ ബെൽ ലാബ്സ്, അന്നും ബെൽ ലാബ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര ഒരു ഓർഗനൈസേഷൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്നായിരുന്നു 1947 3 ആൾക്കാർ, ജോൺ ബാർട്ടിൻ, വാൾട്ടർ ബ്രാട്ടൻ ആൻഡ് വില്യം ഷോക്ലി എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു മോഡേൺ ട്രാൻസിസ്റ്റർ 1947 ഫസ്റ്റ് ഒരു വർക്കിംഗ് ട്രാൻസിസ്റ്റർ തുടങ്ങിയത്. ഓക്കെ, പോയിന്റ് കോണ്ടാക്ട് ട്രാൻസിസ്റ്റർ എന്ന സാധനം ഫസ്റ്റ് തുടങ്ങിയത്. അപ്പൊ അതിന്റെ ബ്രേക്ക് ത്രൂ എന്താന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അത്രയും ബൾക്കി ആയിട്ടുള്ള ഒരു ഫിലമെന്റ് പോലത്തെ സാധനത്തിനെ ചെറുതാക്കി കുഞ്ഞു സാധനങ്ങളാക്കി കൊണ്ടുവരാൻ പറ്റിയായിരുന്നു. ആൻഡ് അതിന്റെ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1947 ഫസ്റ്റ് പോയിന്റ് കോണ്ടാക്ട് തുടങ്ങി ട്രാൻസിസ്റ്റർ, ജെർമേനിയം വെച്ച് തുടങ്ങി. പിന്നെ അതിൽ നമുക്ക് തുടങ്ങിയ ശേഷം പിന്നെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന JFET, MOSFET സംഭവം തുടങ്ങാനായിരുന്നു. അതിൽ ഇൻവെൻഷനോട്ട് പോയിക്കൊണ്ടിരിക്കുക. 1959 ആയപ്പോഴാണ് MOSFET ഒരു സംഭവം തുടങ്ങിയത്. ഇതെല്ലാം ബെൽ ലാബ്സ് അണ്ടറിലാണ് തുടങ്ങിയത്. 1960 ഓൺവേർഡ്സ് ആയിരുന്നു മിനിയേച്ചറൈസേഷൻ ഓഫ് ദ ICs തുടങ്ങിയത്. ഓക്കെ, അപ്പൊ മിനിയേച്ചർ ഓഫ് ICs തുടങ്ങിയത്. ആൻഡ് ട്രാൻസിസ്റ്റർ ടുഡേ ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ബ്ലോക്സ് ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആയിരുന്നു ഇന്നത്തെ മോഡേൺ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലൈക്ക് ഇന്ന് നമുക്ക് എന്ത് കാണണമെങ്കിലും അതൊരു ട്രാൻസിസ്റ്റർ പോസിബിൾ ആയിരുന്നു. ആൻഡ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ആണ് മനസ്സിലായത്. 1947 ജെർമേനിയം പോയിന്റ് കോണ്ടാക്ട് ട്രാൻസിസ്റ്റർ തുടങ്ങിയിട്ട് നമ്മൾ ഇന്ന് 22 സ്റ്റാഗ് നാനോ വയർ, സ്റ്റാഗ് നാനോ ഷീറ്റ്, സിംഗിൾ വാൻ നാനോ 2D മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞൊരു സംഭവത്തോടെ തുടങ്ങി വിടുന്നത്. ആൻഡ് ഇനീഷ്യൽ ടൈമിൽ ആദ്യത്തെ ഒരു ICs ഒക്കെ തുടക്കം വെച്ചത് നമ്മുടെ ഫേമസ് ആയിട്ടൊരു കമ്പനി ആയിരുന്നു, ഇന്റൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതുപോലത്തെ സംഭവം കമേഴ്ഷ്യൽ ആയിട്ട് തുടങ്ങുന്നത്. ഇന്റലിന്റെ ഫസ്റ്റ് ICs ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് എന്നായിരുന്നു ശരിക്കും പറഞ്ഞ കമ്പനിയുടെ പേര്. ഇദ്ദേഹമായിരുന്നു അതിന്റെ കോ ഫൗണ്ടർ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇന്റൽ എന്ന കമ്പനി അറിയാത്ത ആൾക്കാർ ആരും ഇല്ല എനിക്ക് തോന്നുന്നു ഈ ലോകത്ത്, ഇല്ലേ? ആൻഡ് ഞാൻ ഇവിടെ മുതലാണ് നമ്മുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ഇവിടെയാണ് നമ്മൾ മോഡേൺ ട്രാൻസിസ്റ്റർ ഒരു റെവല്യൂഷൻ നിങ്ങൾ കണ്ടല്ലോ ഗ്രാഫിൽ. അതായത് 1947 ഒരു ജെർമേനിയം ബേസ്ഡ് പോയിന്റ് കോണ്ടാക്ട് ട്രാൻസിസ്റ്റർ തുടങ്ങി. അപ്പൊ അതിന്റെ പടം എനിക്ക് കാണിക്കാൻ വിട്ടുപോയി, അത് കാണിക്കാം. ഇതാണ് ശരിക്കും തുടങ്ങുന്നത്, ഇവിടെ നിന്ന് തുടങ്ങുന്നത്.
ഓക്കെ, ഇതുപോലെ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ സൈസ് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങിയത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ 48 ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ തുടങ്ങി, അങ്ങനെ ഇങ്ങനെ 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 തുടങ്ങിയായിരുന്നു. ഡയോഡുകൾ വെച്ചിട്ട് ഒരു 48 ബിറ്റ് മെഷീൻ ഉണ്ടാക്കി. പിന്നെ 1959 ആയപ്പോഴത്തേക്കാണ് മോസ്ഫെറ്റ് പോലത്തെ സാധനങ്ങൾ ഇൻവെന്റ് ആവാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ കേട്ടാൽ ചില ഇംഗ്ലീഷ് മൂവിയിലൊക്കെ പണ്ട് ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് റേഡിയോ എന്ന് പറയത്തില്ലായിരുന്നു, പണ്ട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ. ഓക്കെ, ഇനി മറക്കരുത്. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ ഒരു റെവല്യൂഷൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. 1965 ആയപ്പോഴത്തേക്ക് ഫുള്ള് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഇന്റലിന്റെ ഫസ്റ്റ് ഐ സി ആയിരുന്നു ഈ ഒരു ഫോഴ്സ് സംഭവം, ലൈക്ക് 1103 എന്ന് പറഞ്ഞ ഇന്റലിന്റെ ഐ സി ആയിരുന്നു ഫസ്റ്റ് ഒരു മോഡേൺ ഐ സിയിലെ ഒരു സംഭവം. ഇത് പ്രോസസർ ആയിരുന്നു, മൈക്രോ പ്രോസസർ ആയിരുന്നു. ഇവിടെ നിന്നാണ് കമ്പ്യൂട്ടർ, മോഡേൺ കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു എന്താ പറയുന്ന ഒരു ബൂം ഉണ്ടാകുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പിന്നെ മൊത്തം ഒരു ലൈക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലായിരുന്നു. നോക്കിയാൽ ലൈക്ക് കണ്ടോ, ട്രാൻസിസ്റ്ററിന്റെ ഐ സി, ലൈക്ക് ഒരു ഐ സിയുടെ എണ്ണം കുറഞ്ഞ് സൈസ് കുറഞ്ഞ് ഇന്ന് നമുക്ക് പോസിബിൾ ആവാനുള്ള കാരണം. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അതായത് ചിന്തിക്കുക, ഇനി നിങ്ങളെല്ലാം വിഷ്വലൈസേഷൻ ആണ്. ഇനി നിങ്ങൾ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇനിയിപ്പോ അതിന്റെ കാണിക്കൊന്നുമില്ല. ഓക്കെ, ഇപ്പം കണ്ട മോഡേൺ ട്രാൻസിസ്റ്ററിന്റെ ഞാൻ യൂസേജ് പറയാം. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതെന്താന്ന് പറഞ്ഞാല്, നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഈ ട്രാൻസിസ്റ്ററിന്റെ സൈസ് ഓരോ വർഷം കഴിയുന്തോറും സൈസ് എന്ത് ചെയ്തിരുന്നു, കുറഞ്ഞ് വരുവേ. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാല് ഒരു ലോ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ കാണിച്ച അദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ കോ ഫൗണ്ടർ, ഇദ്ദേഹം ഒരു ലോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മൂഴ്സ് ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഗോർഡൻ മൂർ എന്ന് പറഞ്ഞ ആള് ഇന്ത്യയിൽ കണ്ടുപിടിച്ചു 1965 അത്. അപ്പം പുള്ളി പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, ലൈക്ക് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ, ഒരു മൈക്രോ ചിപ്പിനകത്ത് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ ഏകദേശം 18 മുതൽ 2-3 വർഷം കൂടി ഇരിക്കും തോറും ട്രാൻസിസ്റ്ററിന്റെ എന്ത് സംഭവിക്കുന്നത്, കോസ്റ്റ് പെർ ട്രാൻസിസ്റ്റർ കുറയും. ഓക്കെ, കോസ്റ്റ് പെർ ട്രാൻസിസ്റ്റർ കുറയും. the number of transistor on microchip doubles approximately 18 to 24 months while cost per transistor decrease. അപ്പൊ ബേസിക്കലി അത് ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നു. കമ്പ്യൂട്ടേഴ്സ് മുന്നോട്ട് പോകും തോറും ഇതിന്റെ സൈസുകൾ കുറഞ്ഞു വരുന്നതുകൊണ്ട് ഫാസ്റ്റർ ആവും, വില കുറയും, ചെറുതായി വരും. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ എണ്ണം കൂടുന്തോറും കൂടുതൽ നമുക്ക് ഡാറ്റാസിനെ സെൻഡ് ചെയ്യാൻ പറ്റും ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ ട്രാൻസിസ്റ്റർ ശേഷം 10 നാനോമീറ്റർ വരെയാണ് നമുക്ക് ലൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, മോഡേൺ ട്രാൻസിസ്റ്റർ ഇന്ന് നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തുള്ള ഐ സിക്കകത്ത് മില്യൺസ് ആൻഡ് ചില 2 ലക്ഷം 3 ലക്ഷത്തിന്റെ മാക്ബുക്കിനകത്ത് പറയുന്നത് ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റർ അമൗണ്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഫാസ്റ്റ് ആയിട്ടുള്ള മീൻസ് പ്രോസസർ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് ട്രാൻസിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ വോൾട്ടേജ് സ്വിച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ കണ്ടു കാണും റിലേഷൻസ് വന്നേന്ന്. ഈ ഒരു ട്രാൻസിസ്റ്ററുടെ സ്വിച്ചിങ് കാരണമാണ് നമ്മൾ ഇന്നത്തെ മോഡേൺ ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോണ്, ലൈക്ക് ടി വി, എന്താണ് എല്ലാ സംഭവം പോസിബിൾ ആവാൻ കാരണം ഈ ട്രാൻസിസ്റ്ററിന്റെ സൈസ് കുറഞ്ഞ് ഏകദേശം നമ്മൾ 10 നാനോമീറ്റർ വരെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറയാം. ഇനി സൈസ് ഇനിയും കുറയുവാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് എങ്ങനെയായിരുന്നു അല്ലെ, ട്രാൻസിസ്റ്ററിന്റെ വർക്ക് ഇങ്ങനെയായിരുന്നു. സിലിക്കന്റെ ഒരു വേഫർ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും, ഇലക്ട്രോൺസിന്റെ ഫ്ലോ നമുക്ക് കളയ്ക്കാം, വോൾട്ടേജിന്റെ അപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അതിന് കണ്ടക്ഷന് ഡിസ്കണ്ടക്ഷന് പോസിബിൾ ആക്കാൻ പറ്റും അല്ലേ. എന്നിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ബാരിയർ പഠിക്കുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സ് നമുക്ക് ഈ സിലിക്കന്റെ വേഫർ വെച്ച് നമുക്ക് ഇതൊക്കെ പോസിബിൾ ആവുന്ന പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇപ്പൊ ട്രെൻഡ് കണ്ടല്ലോ, ഇത്രയും നിന്നൊരു ട്യൂബിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് 10 നാനോമീറ്റർ അറ്റോമിക് ലെവലിലോട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതിന്റെ താഴോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്ലാസിക്കൽ ഫിസിക്സ് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാരണം വെച്ചാൽ അവിടെ ഒരു ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ കടന്നു പോകണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് ലൈക്ക്
അപ്ലൈ ചെയ്താൽ മാത്രമല്ല അത് കടന്നു പോകത്തുള്ളായിരുന്നു. നമ്മൾ പൊട്ടൻഷ്യലിൽ കൊടുക്കും, അപ്പോൾ ട്രാൻസിസ്റ്റർ അത് സ്വിച്ച് ചെയ്ത് വിടും വോൾട്ടേജിന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയും പറയുന്നത് പറഞ്ഞാൽ ഇതിനെ ട്രാൻസിസ്റ്റർ സൈസ് ഇനിയും കുറച്ച് കൊണ്ടുവരുമ്പോൾ അതെന്തായാലും പോസിബിൾ, അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ പോസിബിൾ ആവും. അങ്ങനെ കുറയുവാണെങ്കിൽ നമുക്ക് മോഡേൺ ക്ലാസിക്കൽ ഫിസിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ക്വാണ്ടം ലെവലിലോട്ട് പോയി ക്വാണ്ടം ഫിസിക്സിലോട്ട് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം ടണലിംഗ് വരും. ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് കുറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ബാരിയറിൽ നിന്ന് ഈ ഇലക്ട്രോണിനെ കടന്നു പോകാൻ എളുപ്പമായി. ക്ലാസിക്കൽ ഫിസിക്സിനോട് പഠിക്കുന്ന എങ്ങനെയാണ്, വോൾട്ടേജ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അത് കടത്തി വിടുന്ന അങ്ങനെ രീതിയാണല്ലോ. കുറച്ച് കഴിയുമ്പം ഈ ഒരു എഫക്ട് അതിന് ബാധകമായിരിക്കില്ല. ഇലക്ട്രോൺസ് പെട്ടെന്ന് ഈ പൊട്ടൻഷ്യൽ ബാരിയർ ജമ്പ് ചെയ്തങ്ങ് പോകും. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലീക്കേജ് കഴിയുന്ന ഫിനോമിന അവിടെ ചെയ്യാൻ പറയും. ആൻഡ് അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് അവിടെ വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ ശരിക്കും പറഞ്ഞ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ എന്തായിരുന്നു? നമുക്ക് ഇലക്ട്രോൺസിന്റെ എക്സാക്ട് പൊസിഷനും മൊമെന്റവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നതിലോ ശരിക്കും പറഞ്ഞ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ആൻഡ് എനർജി അവിടെ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഓക്കെ, വേവ്സ് ആയിട്ട് നമുക്ക് വേവ്സ് ആയിട്ടായിരിക്കും അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് അവിടെ വരുന്നത് വരും. നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ക്വാണ്ടം മോഡലിലോട്ട് നമുക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയിലോട്ട് നമ്മൾ വരും. ഓക്കെ, അപ്പം നിങ്ങൾ മുന്നോട്ട് പോകും തോറും റിസർച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പറയുന്നത് പറഞ്ഞാൽ ക്വാണ്ടം ടണലിംഗ് ഡിവൈസസ്, കാർബൺ നാനോ ട്യൂബ്സ്, ക്വാണ്ടം ഡോട്ട്സ്, പൈനട്രോണിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, ഓക്കെ, അതൊക്കെ പോസിബിൾ ആവുന്നു. അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കണം, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനകത്ത് അപ്പൊ ശരിക്കും എന്താണ് ക്യൂബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ബിറ്റ്സ് അല്ല. നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ യൂസസ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മോഡേൺ കമ്പ്യൂട്ടേഴ്സിന് അൽഗോരിതം വർക്ക് ചെയ്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. അതൊക്കെ ചെയ്യുന്ന പറഞ്ഞാല് ഒരു ഡാറ്റ സെൻഡ് ചെയ്താല് എനിക്കും ഞാൻ സെൻഡ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റത്തുള്ളൂ. ഒരു കീ കാണും, ഇത്ര മനസ്സിലാക്കിയ ഒരു കീ ഉണ്ട്. ആ ഒരു കീ ഞാൻ ഇവിടുന്ന് ഒരാളുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കീ ആൾക്കുണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ, ആ ഡാറ്റ. ഇന്നത്തെ പോസിബിൾ ആകാൻ കാരണം ഒരു 8 ഡിജിറ്റ് പ്രൈം നമ്പറിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ഡാറ്റ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡാറ്റ അത് സ്റ്റോർ ചെയ്തിട്ട് അതിനെയൊക്കെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ വിടുന്നത്. അപ്പൊ അതിനെ ഡീകോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? അതിനെ ഇരുന്ന് നമുക്ക് ഓരോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പോസിബിൾ ആണ്. എന്നാൽ ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ. ഇന്നത്തെ ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ അതെല്ലാം അബ്സോർവ് ചെയ്തതാണ്. പക്ഷെ അത് പറയുന്ന പറഞ്ഞാല് ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അത് ബിൽഡ് ചെയ്യാം. നമുക്ക് ഇപ്പം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല. ഫുൾ ഫ്ലെഡ്ജ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അത് പോസിബിൾ ആവും, മീൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇനിയും ആ ഒരു സംഭവം അൽഗോരിതം ഒക്കെ ഭയങ്കര വീക്ക് ആവാൻ തുടങ്ങാൻ ചാൻസസ് ഉണ്ട്. കാരണം കാൽക്കുലേഷൻസ് ഭയങ്കര പെട്ടെന്ന് സെക്കൻഡ്സിനുള്ളിൽ സാധനം കഴിയും. മനസ്സിലായി? അപ്പോ ശരിക്കും പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ സൈസ് ശരിക്കും പറഞ്ഞാൽ 100 നാനോമീറ്റർ അല്ലെങ്കിൽ അതിന്റെ മുകളിലാണ് ശരിക്കും ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ലൈക്ക് പ്രിഡിക്റ്റബിൾ ആണ്, ഓംസിൽ വെച്ച് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ക്വാണ്ടം വേൾഡ് സ്മോൾ സ്കെയിലോട്ട് പോകുമ്പോൾ ലൈക്ക് റാൻഡം ഇഷ്യൂസ്, ലൈക്ക് ടണലിങ്, റാൻഡംനെസ്, കുറെ ഇഷ്യൂസ് അവിടെ വരും. നമുക്ക് ന്യൂട്ടന്റെ ലോ ഒക്കെ നോർമൽ ട്രാൻസിസ്റ്ററിൽ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്നകത്ത് നമുക്ക് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻസ്, അതായത് ക്വാണ്ടം മെക്കാനിക്സുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, അവിടെ ഹീറ്റിംഗ് ലോസും സൈസും എനർജി ലോസും ഒക്കെ ഉള്ളൂ. പക്ഷെ അവിടെ അപ്പുറത്ത് നമ്മൾ സൈസ് കുറയും തോറും ലീക്കേജ് കറണ്ട്, ക്വാണ്ടം ലീക്കേജ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് നമ്മുടെ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മൂഴ്സ് ലോ അല്ലെങ്കിൽ ആ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ലോ പ്രകാരമാണ് ശരിക്കും പറയുന്നത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ സൈസ് പിന്നെയും കുറെ നമുക്ക് ഈ ക്ലാസിക്കൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് സംഭവിക്കും? മോഡേൺ ഇതിലോട്ട് പോകും. അതുകൊണ്ട് നമ്മളിപ്പോ പുതിയ സിസ്റ്റത്തിലോട്ട് പോകുന്നത് എന്താണ്? ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് പോലത്തെ കാര്യങ്ങൾ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു ഒരു ലിമിറ്റേഷൻ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒറ്റ ഡാറ്റ മാത്രമേ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൾട്ടിപ്പിൾ ഡാറ്റ ഇപ്പൊ പറ്റത്തില്ല. കാരണം അതിപ്പോ റിസർച്ച് പർപ്പസിലാണ്. മേ ബി ഫ്യൂച്ചറിൽ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടേഴ്സ് വരാൻ തുടങ്ങുവാണെങ്കിൽ ഇന്ന് നമ്മൾ നടക്കുന്ന ഭയങ്കര കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലാത്ത രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വർഷങ്ങൾ എടുക്കുന്ന കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വിത്തിൻ സ്പാൻ ഓഫ് ഇയറോ മന്ത്സോ ഒക്കെ ചുരുക്കി അതിനെ നമുക്ക് എന്താ പറയുന്നത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആ എനിയാക്കിന് കണ്ടില്ലേ, എനിയാക്കിൽ 2-3 ദിവസം, ഒരാഴ്ച കൂടെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് 1/10 സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ. അന്ന് അവരുണ്ടാക്കിയത് ഹൈഡ്രജൻ ബോംബാണ്. ഓക്കെ, ആ ഒരു സംഭവം എനിയാക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ഹൈഡ്രജൻ ബോംബാണ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നാലുള്ള ഇഷ്യൂസ് എന്തായിരിക്കും ഒരു ലിങ്ക് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. എന്തൊക്കെ ഡിസ്ട്രക്ഷൻസ് പോസിബിൾ ആവുന്നു.
അന്നത്തെ ഒരു സിസ്റ്റത്തിൽ അന്ന് അത് ഹൈഡ്രജൻ ബോംബ് പോസിബിൾ ആയി. ഇനി ഇന്നത്തെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് എന്തൊക്കെ മോഡേൺ കാര്യങ്ങൾ പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം. ചിന്തിക്കാനും പറ്റത്തില്ല. ഇതെല്ലാം നടന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുമില്ല. ലൈക് 90s ജനിച്ച ആൾക്കാരും 20s ജനിച്ച ആൾക്കാരും നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാം അടുത്തടുത്തുള്ള ആൾക്കാരാണ്. ഞാനിപ്പോ 2001 ജനിച്ച ആൾക്കാരാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അല്ലെ. ഇന്ത്യക്ക് നമുക്ക് 1947 കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ആ സമയത്താണ് ഇതൊക്കെ ഇൻവെന്റ് ആവുന്നത്. 75-80 ഇയേഴ്സിലെ ഇതൊക്കെ ഇപ്പോഴും നടന്നത്. ഒന്നും വേണ്ട, AI അന്ന് മുതലും ഉണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇത് ഈ 4-5 വർഷത്തിന് മുന്നേ GPT പോലത്തെ ഓപ്പൺ AI സാധനങ്ങൾ അവര് പോപ്പുലർ ആക്കിയപ്പോഴാണ് AI എന്ന സംഭവം എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ആ AI സംഭവം നമ്മളൊക്കെ ജനിക്കുന്ന സമയം മുതൽ AI ഉണ്ട്. പക്ഷെ അത്ര അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ആണ്. ഇനിയും AI അങ്ങോട്ട് പോകും തോറും കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരു ഇപ്പൊ ഗ്ലിംസ് കാണാൻ പറ്റും എന്തൊക്കെയാണ് ജോലിയിലും അവിടെ ഇവിടെ ഒക്കെ ഇഷ്യൂസ് വരുന്നത്. ആൻഡ് അതിൽ വേറെ കുറെ നല്ലൊരു പോസിബിലിറ്റീസും ക്രിയേറ്റ് ആവുന്നുണ്ട്. കുറെ ആൾക്കാർ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ചുരുക്കി സോൾവ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി കുറെ AIs നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ആൻഡ് ആലോചിക്കണം, ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി AI മാത്രം ബിൽഡ് ചെയ്യുന്ന സംഭവമാണ്. ആൻഡ് അവരിപ്പോ കുറെ ആൾക്കാരെ ഹയർ ചെയ്ത് ഒരു ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ അവർ നോക്കുന്നുണ്ട്. മേ ബി ലൈക്ക് ഒരു പെൻഡന്റ് പോലത്തെ സ്മാർട്ട് ഡിവൈസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് മേ ബി വൈകാതെ തന്നെ അവിടെ ഒരു വേറെ റെവല്യൂഷൻ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇലക്ട്രിക് ബൾബിന് തുടങ്ങി ഇന്നത്തെ മോഡേൺ ഇലക്ട്രോണിക്സ് ടു ദ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം തുടങ്ങുന്നത് ഈ ഒരു ലൈഫ് സ്പാനിലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമുള്ള ആൾക്കാരാണ്. നമുക്ക് ഇതേലോ ട്രാൻസിഷൻ കുറച്ചൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആലോചിച്ച് നോക്കിയേ, നമ്മള് ചെറുതിലെ ഇപ്പം നമ്മൾ 4th 5th ഒക്കെ വിളിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഒക്കെ സംഭവം ഞാൻ കേട്ട് പോലില്ല നമ്മള്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴും സുപ്രഭാതത്തില് സ്മാർട്ട് ഫോൺസ് എല്ലായിടത്തും ലോഞ്ച് ആവുന്നത്. നോക്കിയ ഇറക്കുന്നു സ്മാർട്ട് ഫോണ്, പിന്നെ സാംസങ് ഇറക്കുന്നു. സൈസ് ഇത്രയും ചെയ്ത സാംസങ്ങിന്റെ ഫോൺ വലുതായി വരുന്നു. ടാബ്, ഐപാഡ്, ഇതിൽ ഒരു റെവല്യൂഷൻ ആയിരുന്നു അല്ലേ. 2005 2002 ശേഷം നടന്നെന്ന് പറഞ്ഞാൽ ഫിനോമിനൽ ആണ്. നമുക്കൊന്നും ചിന്തിക്കുന്ന അപ്പുറം നടന്നത്. ഇതൊക്കെ വന്നിട്ട് അധികം വർഷം പോലും ആയില്ല ഇല്ലേ. സ്മാർട്ട് ഫോൺ വന്നിട്ടൊക്കെ എത്ര, നമ്മൾ ജനിക്കുന്നത് അത്ര വർഷങ്ങളേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി വ്യത്യാസം കാണുമായിരിക്കും. അപ്പൊ നിങ്ങൾ AIയുടെ റെവല്യൂഷൻ വന്നു തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് 2-3 വർഷത്തെ ഗ്യാപ്പിലാണ് ആൾക്കാരുടെ ജോലികൾ കുറയാൻ തുടങ്ങുന്നതും ഇങ്ങനെ ഇഷ്യൂസ് വരുന്നു പറഞ്ഞ് കുറെ നമ്മൾ ന്യൂസുകൾ കാണുന്നത്. ഒരു ലോങ് ടേം അല്ല, 3-4 വർഷത്തിലാണ് നമ്മൾ ന്യൂസുകൾ കാണാൻ തുടങ്ങിയത്. സോ എവറി 6 months there's a new development occurring. പണ്ടത്തെ ഒരു AI ജനറേറ്റഡ് വീഡിയോയുടെ ക്വാളിറ്റി അല്ല ഇന്നത്തെ AI ജനറേറ്റഡ് വീഡിയോയുടെ ക്വാളിറ്റി അല്ലെ. ഇതിനൊക്കെ പറഞ്ഞാൽ എന്താണ്, ഹ്യൂമന്റെ ഇൻവെൻഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് ഇന്ന് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്ന അത്ഭുതം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനൊക്കെ ഓർവിടം എന്ന് പറഞ്ഞല്ലോ, അവിടെ അന്ന് തുടങ്ങിയ സംഭവം ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് സംസാരിക്കുന്ന രീതിയിലാണ്. ഇന്ന് വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ഇല്ലേ, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഫിസിക്കലി ഒരാൾ നിൽക്കുന്ന രീതിയിൽ. പണ്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ സ്കൈഫൈ മൂവിയിൽ കണ്ടിട്ടുള്ളായിരുന്നു. ആ സ്കൈഫൈ മൂവി കാണുന്ന സംഭവം ഇന്നത് റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ട് നമ്മള് ചിറ്റി റോബോട്ടിനെ കാണുമ്പോൾ എച്ചിരിക്കാൻ സിനിമ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുമായിരുന്നു, ഓ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നെന്താ റിയാലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഹ്യൂമനായിട്ട് റോബോട്ട്സിന്റെ ലൈക്ക് ഹ്യൂമന്റെ നേച്ചർ, ഒരു ബോഡി വെച്ചിട്ടുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ നെർവ്സ് കൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. സോ ഇതൊക്കെ നടക്കുന്ന എന്താ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അയച്ചു നോക്കി, ഇത് നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് നമ്മൾ ട്രാൻസിഷൻ പീരീഡ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ കീപാഡ് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം വന്ന ആൾക്കാരാണ്. നമുക്ക് ഈ ട്രാൻസിഷൻ മൊത്തം കാണാൻ പറ്റും. ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് എന്താ നമുക്ക് അറിയത്തില്ല. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ആൻഡ് എങ്ങോട്ടാണ് ഈ മോഡേൺ ഇലക്ട്രോണിക്സ് പോകുന്നത് നമുക്ക് കണ്ടറിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും ലൈക്ക് എന്തൊരു ഫാസിനേറ്റിംഗ് ആണ് ഈ കാര്യങ്ങൾ. എവിടെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. ഇത്ര ഒരു സാധനം നമുക്ക് ഈ കൈവിരലിൽ പോലും കാണാത്ത അത്ര സൈസിലൂടെ ട്രാൻസിസ്റ്റർ സൈസ് എത്തി. ഇന്ന് ജെഫെറ്റ്, മോസ്ഫെറ്റ് പോലത്തെ സാധനങ്ങൾ ഇൻവെന്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കാണാം. മോഡേൺ ടെക്നോളജീസ്, EV അല്ലെ, EVയുടെ മോഡേൺ ടെക്നോളജീസ്, ഹൈ കൺവേർട്ടേഴ്സ് ആൻഡ് എംബഡ് സിസ്റ്റം, VLSI ഒക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അന്നത്തെ സയന്റിസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ്. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷന്റെ FPGA, എംബഡ് സിസ്റ്റം, ഇതൊക്കെ ഉറവിടം അവിടുന്നാണ്. ഇതൊക്കെ പോസിബിൾ ആവാൻ കാരണം പ്രോസസ്സേഴ്സും കൺട്രോളേഴ്സും ഒക്കെ വന്ന് തുടങ്ങിയതാണ്. മൈക്രോ പ്രോസസ്സേഴ്സും മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ വന്നതാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന VLSI ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ക്രോസ് ആയി കാണും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ക്രോസ് ചെയ്യുന്ന എവിടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇന്റർ റിലേറ്റഡ് അല്ലേ.
ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവത്തിന്റെ വൺസ് ആൻഡ് സീറോസ് എന്ന ബൈനറി നമ്പേഴ്സ് ആയിരുന്നു. അതിനെ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തി, ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് പോയി. ലോ ലെവൽ ലാംഗ്വേജ് സി പ്രോഗ്രാമിംഗ്, C++ പ്രോഗ്രാം, അതിന് മുന്നേ പ്രോഗ്രാമിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് സിയിലോട്ട് എത്തി. അതിനുശേഷം അതിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, പൈത്തൺ പ്രോഗ്രാമിംഗ് കുറച്ചുകൂടെ ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് നമ്മൾ എത്തി. ഇന്ന് നമുക്ക് പ്രോംപ്റ്റിലോട്ട് എത്തി. പ്രോംപ്റ്റ് എഴുതുക, കോഡ് റെഡി. ഇന്ന് ലോകം നിൽക്കുന്ന അവിടെയാണ് അല്ലേ? ആൻഡ് നിങ്ങൾ എല്ലാം മനസ്സിലാക്കണം, നമ്മൾ ഈ മൊബൈലിലും ലാപ്ടോപ്പിലും ഇതൊക്കെ എന്ത് ചെയ്താലും ഫണ്ടമെന്റലി നടക്കുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് വോൾട്ടേജസ് ആൻഡ് പവർ. ഒന്നുമില്ല. ഒരു മെമ്മറി ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്, അത് കുറെ ഇൻഫോർമേഷൻ ഇൻ ദ ഫോംസ് ഓഫ് വൺസ് ആൻഡ് സീറോ ഇറ്റ് ഈസ് സെൻഡിങ്. ഇലക്ട്രോണിക്സിന് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇലക്ട്രോണിക്സ് മാത്തമാറ്റിക്സ് അറിയത്തില്ല. ദേ ഓൺലി നോസ് വോൾട്ടേജസ്, വൺസ് ആൻഡ് സീറോസ്. വൺസ് ഹൈ, സീറോ എന്ന് പറഞ്ഞാൽ ലോ. ഈ ഒരു വൺസ് ആൻഡ് സീറോന്റെ കോമ്പിനേഷൻസ് ആണ് ഇന്നത്തെ മോഡേൺ ടെക്നോളജീസ്. ഞാൻ പറയുന്ന നിങ്ങൾക്ക് എത്തുന്ന വോയിസ്, വീഡിയോസ് എല്ലാം വൺസ് ആൻഡ് സീറോസ് മാത്രമാണ്. അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ എ സിക്കകത്ത് നമ്മൾ വോൾട്ടേജ് മാറ്റുമ്പോഴും അവിടെ കാണാൻ 23 ഡിഗ്രി സെൽഷ്യസോ 24 ഡിഗ്രി സെൽഷ്യസോ അങ്ങനെ സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന വോൾട്ടേജ് ഡിഫറൻസ് മാറ്റുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ടെമ്പറേച്ചർ എന്താണെന്ന് അതൊന്നും അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് ഒരു പാരാമീറ്റർ അവിടെ നിന്ന് മാറ്റുമ്പോൾ ടെമ്പറേച്ചർ അവിടെ നിന്ന് മാറുന്നു. അത് മാത്രമേ ഉള്ളൂ അവിടെ. അതൊന്നും അറിയത്തില്ല ടെമ്പറേച്ചർ എന്താ, നമ്പേഴ്സ് എന്താ. അതൊന്നും നമ്പേഴ്സും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതൊന്നും ഇലക്ട്രോണിക്സ് അറിയത്തില്ല. മനസ്സിലായി? ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ എന്താ, നമ്മൾ ഉണ്ടാക്കിയ നമ്പേഴ്സ് ആണ്. ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഫിസിക്കലി. നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്ന പല ആൾക്കാരും ചിന്തിക്കാത്ത. നിങ്ങൾ അറിയുന്നില്ലേ, -20 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ടെമ്പറേച്ചർ പലയിടത്തും പോകുന്നത് -15 ഡിഗ്രി സെൽഷ്യസിലാണ് പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ -ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്, ഇമാജിനറിയാ. ലൈക്ക് എനിക്കിപ്പോ പറയാൻ പറ്റുമോ, ലൈക്ക് ഇവിടെ മിത്തിലുണ്ട് ഫിസ് ലക്ഷ്മിയ, നിങ്ങളോട് ഞാൻ പറയുക, ഞാൻ നിങ്ങൾക്ക് ഒരു 10 ആപ്പിൾ തരാം, എനിക്കൊരു 12 ആപ്പിൾ തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കും. അതെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഞാൻ എനിക്കൊരു 10 ആപ്പിൾ തന്നു, അതൊരു 12 ആപ്പിൾ കുറയ്ക്കാൻ പറയും, നടക്കുവോ? 10 ആപ്പിളിൽ ഞാൻ 12 ആപ്പിൾ കുറയ്ക്കാൻ പറയാം, പോസിബിൾ ആണോ? ഇല്ല. ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവ് ആണ്. നമ്മൾ ടെമ്പറേച്ചർ അവിടെ പറയാൻ കാരണം എന്താ, നമ്മൾ ഒരു സർട്ടൻ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 0. ഇതിന് താഴെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യും, അത് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യും. ടെമ്പറേച്ചർ ആണെങ്കിൽ മറ്റ് വാല്യൂസ് ആണെങ്കിൽ ഐ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ കോംപ്ലക്സ്. ശരിക്കും പറയാൻ ഫിസിക്കലി നെഗറ്റീവ് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ പാരാമീറ്റർ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഫോർ കമ്പാരിസൺ. നമ്മളിവിടെ എല്ലാം നടക്കുന്നത് കമ്പാരിസൺ ബേസിസിലാണ്. ടെമ്പറേച്ചർ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അറിയാം, ഓക്കെ കമ്പയർ ടു 0 വെച്ച് നോക്കുമ്പോൾ 0 കൂടെ കൂടുതൽ വാല്യൂസ് ആയിരുന്നു. അപ്പൊ നമുക്ക് 50 എടുക്കും, 20. 0 താഴെ പോകുമ്പോൾ -20, -50. ജസ്റ്റ് തിങ്ക്. അപ്പം പകുതി കാര്യങ്ങളൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലൈക്ക് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് എന്താ പറയുന്നത് മനസ്സിലാവാൻ രീതിയിൽ. നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ ഒരു കോഡ് എഴുതുക, പൈത്തണിൽ എഴുതുക, ഹലോ പ്രിന്റ് ഹലോ പോലെ എഴുതുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഹലോടെ തന്നെ നടക്കുന്നത്. അതിന്റെ ബാക്കിൽ ഒരു ലോ ലാംഗ്വേജ് കാണും, അസംബ്ലി കോഡ് കാണും, അല്ലെങ്കിൽ ഒരു ബൈനറി കോഡ് കാണും, 1010. ഇത് ചെയ്ത് എന്താ, ഓരോ മെമ്മറിക്കകത്തും ഓരോ രജിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പോയി ആക്സസ് ചെയ്യുക, അതിനെ ഓപ്പൺ ആക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത്. അല്ലാതെ ഇതിന് ഇംഗ്ലീഷോ ഇതിനും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. ഇലക്ട്രോണിക്സിനെ നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ആയതും ബജാജ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ആൾക്കാർ C പ്രോഗ്രാമിംഗ് തുടങ്ങുന്നതും, അന്ന് ഇന്ന് നമുക്ക് ജാവ, ഫ്ലട്ടർ, ഇന്നത്തെ റസ്റ്റ്, പിന്നെന്താ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് ഇന്ന് എത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ടു ഇലക്ട്രോണിക്സ് ടു മോഡേൺ ഇലക്ട്രോണിക് ഡിവൈസസ്, TV, ട്രാൻസിസ്റ്റർ. അവിടെ നിന്നാണ് മോഡേൺ ഇലക്ട്രോണിക്സിന്റെ വെരിഫിക്കൽ ഉണ്ടാകുന്നത്. ആൻഡ് നമ്മുടെ റിക്വയർമെന്റ്സ് മാറി, കോംപ്ലക്സിറ്റി മാറി, ഇപ്പൊ പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റർഫേസ് പോലും മാറി. പണ്ടത്തെ ഒരു ലാപ്ടോപ്പ് അല്ലെ, സോറി കമ്പ്യൂട്ടറിനകത്തുള്ള വിൻഡോസിന്റെ ഇന്റർഫേസ് കണ്ടിട്ടുണ്ടോ അല്ലെ, ബ്ലോക്ക് ഇന്ന് പറഞ്ഞ സ്മൂത്ത് കർവ്സും സ്മൂത്ത് ആയിട്ടുള്ള ഇന്റർഫേസസ് ആണ്. ഇതൊക്കെ അഡ്വാൻസ്മെന്റ് നടന്ന് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഇതിനെ ബിൽഡ് ചെയ്ത് പ്രൊസസറിന്റെ അളവ് കൂട്ടി. കാരണം ആ ഒരു സംഭവം അത് നടത്തണമെങ്കിൽ അത്രേ പറ്റത്തുള്ളായിരുന്നു. അതിൽ കൂടുതൽ ഡാറ്റാസ് അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്, i5 ആണ് എന്റെ, ഇത്ര ജനറേഷനിലുള്ള. അപ്പൊ എനിക്ക് ഇത്രയും ഡാറ്റ സെറ്റ് ചെയ്യാൻ ഉള്ളൂ, 8 GB റാമാണ്. അപ്പൊ ഇതിന്റെ പ്രോസസർ സ്പീഡ് അത്രേ ഉള്ളൂ. ഞാൻ ഒരു ഹൈ എൻഡ് ഗെയിം കൊണ്ടിരുന്നത് ഇട്ടാലേ എനിക്ക് ഗെയിം ഓടിക്കാൻ പറ്റില്ല. ഇതിൽ പറ്റുമോ? പിന്നെ സിസ്റ്റം അടിച്ചു പോകും. പക്ഷെ 1 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ ലാപ്ടോപ്പിലൊക്കെ പറഞ്ഞ 65 വാട്ടല്ല. എന്റെ ലാപ്ടോപ്പ് 65 വാട്ടാണ്. അതൊക്കെ 120 വാട്ടിന്റെ ചാർജസ് അത് യൂസ് ചെയ്യുന്നു. 120 വാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂളർ പോലും അത്ര വർക്ക് ചെയ്തില്ല. അപ്പൊ അത് തരം ചെയ്യുന്ന എന്താ, അത് 2 ഫാൻ അത് കൊടുത്തിട്ടുണ്ട്. കാരണം ട്രാൻസിസ്റ്ററിന്റെയും IC ഒക്കെ വർക്കിംഗ് ഭയങ്കര ഹൈ ആ. അപ്പൊ ആ സമയത്ത് ഹൈ സ്പീഡിൽ ഇത് സ്വിച്ച് ചെയ്ത് ഇടുമ്പോൾ കുറെ ഡാറ്റസ് നമുക്ക് ഇതിനെ പ്രോസസ് ചെയ്യാൻ പറ്റും. കുറെ ഡാറ്റാസ് പ്രോസസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താ,
നമുക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ റൺ ചെയ്യാൻ പറ്റും. കുറെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഗെയിം കളിക്കാം, മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അപ്പം 1 ലക്ഷത്തിന്റെ ലാപ്ടോപ്പ് പ്രശ്നം വെച്ചാൽ ട്രാൻസിസ്റ്ററിന്റെ അളവ് കൂടുതലാണ്, ഹീറ്റ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അയാൾ 2 ഫാൻ കൊണ്ടുവയ്ക്കും. അതിനെക്കാട്ടി ഹൈ എൻഡ് ഗെയിമിംഗ് ഡെസ്ക്ടോപ്പ് ഒക്കെ ആണെങ്കിൽ 2 വലിയ വലിയ ഫാനുകൾ കൊണ്ടുവയ്ക്കാറുണ്ട്. ഹീറ്റിംഗ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെർവേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ സെർവർ, ഡാറ്റ സെർവർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓഷ്യൻ ബെഡിലകത്ത് കൊണ്ടുവച്ചിരിക്കണം. കാരണം ഭയങ്കര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ കുറെ ഇത് കേട്ടാണ് ഒരു ഡാറ്റ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇത്ര എമൗണ്ട് ഓഫ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വേസ്റ്റ് ആവുന്നതൊക്കെ. കാരണം എന്താ, സെർവറിനെ കൂൾ ചെയ്യണം. ഇത്രയും ഡാറ്റാസ് കിടന്ന് ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബില്യൺസ് ഓഫ് ഡാറ്റാസ് ആണ് ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ എത്ര നേരം ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവൈസസ് കിടന്ന് ഓടണം, അത്രയും ഹീറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ നമ്മൾ എന്താ ഇൻസുലേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഇതൊക്കെ നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു അടിപൊളി ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ. വി ആർ ഓൾ റിലേറ്റഡ്. നമുക്ക് ഇലക്ട്രോണിക്സ് എന്നൊന്നും ഇല്ല, ശരിക്കും പറയുന്നത് എല്ലാം ഒന്നാണ്. ഇലക്ട്രിസിറ്റിയും തുടങ്ങിയ സംഭവങ്ങളാണ് ഇന്ന് മോഡേൺ കമ്പ്യൂട്ടർ സയൻസും AI വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണോ എല്ലാവർക്കും? 1.5 മണിക്കൂർ ഞാൻ വെറുപ്പിച്ചില്ലല്ലോ അല്ലേ? കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ ഇന്ന്? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ സെഷൻ? ഇൻട്രസ്റ്റിംഗ് ആ തോന്നുന്നില്ലല്ലോ, ഒന്ന് കൈ വയ്ക്കേ. ചാറ്റ് ബോക്സിൽ യെസ് എന്നൊക്കെ ഇട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? യാ, താങ്ക് യു. കുറെ ആൾക്കാർ റേസ് ചെയ്തു. യാ, ആർക്കെങ്കിലും യാ അപ്പൊ അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അതാണ് ട്രഡീഷണൽ ലൈക്ക് ഞാനൊരു ട്രഡീഷണൽ PPT പ്രസന്റേഷൻ മാറ്റി ക്ലിപ്പിംഗ്സ് കാണിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി കൊള്ളായിരുന്നോ? കൊള്ളാന്ന് പറഞ്ഞിട്ട് യെസ് ഇടാവോ? ലൈക്ക് എല്ലാവർക്കും എഫക്റ്റീവ് അല്ലായിരുന്നോ? നിങ്ങൾ ആ PPT കണ്ട് ബോഡിനേക്കാൾ നല്ലത് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറെ ശരിക്കും ഇങ്ങനെ സെഷൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഞാൻ കുറെ വീഡിയോസ് ഞാൻ കാരണം എനിക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോസ് ക്ലിപ്പിംഗ്സ് അതിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ യൂട്യൂബ്സിന്റെ ഒക്കെ നമ്മള് ക്ലിപ്പിംഗ്സ് എടുത്തു. 1-2 ചാനലാണ് മെയിൻ ആയിട്ട് എടുത്തേക്കുന്നത്. ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തന്നേക്കാം. ആൻഡ് യാ ഷുവർ, ഞാനത് ചെയ്യാം. ലൈക്ക് ഇതൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അല്ല, അത് ഞാൻ റെഫർ ചെയ്ത വീഡിയോസ് തന്നെയാണ്. മെയിൻലി 2 വീഡിയോസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്, റെഫർ ചെയ്തേക്കുന്നത് പോസിബിലിലേക്ക്. ആ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. ഞാൻ പറഞ്ഞ പകുതി കാര്യങ്ങളും അവിടെ നിന്നാണ്, കുറെയൊക്കെ എന്റെ അറിവാണ്, കുറെയൊക്കെ അവിടെ നിന്നാണ്. ആൻഡ് അപ്പൊ അതിനകത്ത് ഞാൻ അവർ ചെയ്തേക്കെന്ന് പറഞ്ഞ കുറച്ച് ലിങ്ക്സും ഞാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, റിസർച്ച് പേപ്പർ. ഞാൻ അതൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ ആ വീഡിയോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ല, ശരിക്കും കുറെ പഠിക്കാൻ പറ്റുന്ന അതെന്നാ ചെയ്ത് വെച്ചത്. ഓക്കെ, യാ സോ യാ ഓക്കെ അല്ലായിരുന്നു. അപ്പൊ അവിടെ ഇംഗ്ലീഷിലാണ് എക്സ്പ്ലനേഷൻ, പക്ഷെ അത് കുറെ പ്രശ്നങ്ങളുണ്ട്. ആ ഇംഗ്ലീഷിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ആക്കിയായിരുന്നു. അപ്പൊ ഞാൻ അത് സിംപ്ലിഫൈ ആക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ക്ലിപ്പിംഗ്സിന് എടുത്ത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലിപ്പിംഗ്സ് എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ അത് എന്റെ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് കുറെ സിമിലാരിറ്റി തോന്നാം. നിങ്ങളിപ്പോ ഏത് വീഡിയോ റെഫർ ചെയ്താലും ജെന്യൂൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് എല്ലായിടത്തും സെയിം കണ്ടന്റ് ആണ്. ചില വീഡിയോ അവർ ചെയ്യുന്ന പറഞ്ഞാൽ സെയിം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സെയിം ടു സെയിം ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലെന്നാ. പിന്നെ ലൈക്ക് എന്നെ ആരും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് ലിങ്ക്ഡിനിലുണ്ട്, കണക്ട് ചെയ്യാൻ എന്നെ. ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, ഇതാണ് എന്റെ പേര്, ഗൂഗിൾ ആർന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് എന്റെ പ്രൊഫൈല്.
link chat box later. Okay. And yeah. നമുക്ക് wind up ചെയ്താലോ? Yes, teams. Hello, am I audible? Yeah. So, good evening, everyone. As we conclude today's insightful session on genesis of transistors, exploring vacuum tubes, BJTs, and JFETs, I would like to express our sincere gratitude on behalf of IEEE SSCS Lab Chapter. A hearty thank you to Mr. Gogul R for taking us to the historical and technical evolution of transistors with such great clarity and depth. Your session was not only informative but truly engaging and thought-provoking. Thank you for making this event a memorable one. As a token of our appreciation, we are pleased to present a digital memento to Mr. Gopal R in recognition of the time, knowledge, and effort shared with us today. We hope it serves as a small reminder of our gratitude and this meaningful session. Yeah. Thank you. Thank you so much for having me here. And yeah, all the best, guys. And keep learning. We also extend our thanks to every participant who joined us this evening. Your presence and enthusiasm made this event a success. We hope you have gained valuable knowledge and made meaningful connections through this session. Let's continue to stay curious, stay connected, and keep learning together. We look forward to welcome you all again in our upcoming sessions. Thank you and have a great evening. Yeah, thank you so much.